പ്രാർത്ഥിക്കാം. കാരണം കാരണം നമുക്കൊരു ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ജെന്യുവിനായ, ഇത്രയും ശാസ്ത്രീയമായ, ഇത്രയും വിപ്ലവാത്മകമായ, ജനോപകാരപ്രദമായ, ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ ശാസ്ത്രം ഈ ലോകം മുഴുവൻ്റെയും അടുത്ത്, അത് ഓരോ വ്യക്തികളുടെ അടുത്ത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് ഈ ഡോക്ടർ ഹാമറുടെ കോൺട്രിബ്യൂഷൻ ഇത്രമാത്രം വിലപ്പെട്ടതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സമയമില്ലായ്മ ഒരു പ്രശ്നമാണെങ്കിലും മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇതിന്റെ ലക്ഷ്യപ്രാപ്തിയിലെത്താനായിട്ട് തീർച്ചയായിട്ടും ഞാനോ എന്നെ ശ്രമിക്കുന്ന ഈ 10-15 പേരോ ഒന്നും ശ്രമിച്ചാൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തത്തില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിരന്തരം ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത്. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ചോദിക്കാറുള്ളതാണ്, ഇത്രയും ഭൗതികമായ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് മാത്രമായിട്ടുള്ള ഒരു ശാസ്ത്രം എങ്ങനെ ഇത്രമാത്രം ജനങ്ങളുടെ അടുത്ത് ഈ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് എത്തുന്നു? ഇത്രയും ജനോപകാരപ്രദമായ എന്ന് ഞാൻ പറയുന്നു, ഇത് എന്തുകൊണ്ട് ജനങ്ങളിൽ എത്തുന്നില്ല? ഇതൊരു വ്യക്തി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഗ്ലോബൽ GSKയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ ഹാനിമൻ ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ്. ഡോക്ടർ ഹാമർ ഇതേപോലത്തെ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി. നിങ്ങൾക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവരൊക്കെ മനുഷ്യരായതുകൊണ്ട് ഇല്ലാതെയായി. എന്നാലും ഈ ശാസ്ത്രം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് ആരോടോ പറഞ്ഞ പോലെ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്നത് ന്യൂ മെഡിസിൻ അല്ല, അതിന്റെ ന്യൂനെസ് അല്ലെങ്കിൽ നോവൽറ്റി ഒക്കെ പോയി. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രമായിട്ട് വളരെ വേഗം എനിക്കത് എന്നും അനുഭവപ്പെടുന്നുണ്ട്. എത്രയോ പേര് എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്നു. അപ്പം അവര് ഈ ഈ അറിവ്, ഹോമിയോപ്പതി, ഇത് രണ്ടും കൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ധാരാളം പേരുടെ ജീവിത ലക്ഷ്യം. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്, സമയമില്ലായ്മ ഉണ്ട്, ഒത്തിരി ഒത്തിരി പരിമിതികളുണ്ട്, എങ്കിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുടങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇത് ഭംഗിയായിട്ട് എത്താനും അതിന്റെ ഫലപ്രാപ്തിയിലെത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും സഹകരണം, പ്രാർത്ഥന, നല്ല മനസ്സ് എല്ലാം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വിഷയം വളരെ വളരെ വിപുലമായ ഒരു വിഷയമാണ്. കാരണം അതിൻ്റെ അകത്ത് ധാരാളം ചാപ്റ്ററുകളുണ്ട്, ധാരാളം വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഡോക്ടേഴ്സ് ആയിട്ടുള്ള പലർക്കും ഇത് അറിയാവുന്നതാണ്. എങ്കിലും GNM അതിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഈ ഓരോ അവയവത്തിന്റെ ഓരോ ടിഷ്യൂവിലും ഉണ്ടാകുന്ന നമ്മൾ സാധാരണ അറിയപ്പെടുന്ന രോഗങ്ങൾ എന്ന് പറയുന്നതിന് എന്തിനാണ് പ്രകൃതി ഇങ്ങനെ ഒരു ബയോളജിക്കൽ പ്രോഗ്രാം വെച്ചിട്ട് ഈ മനുഷ്യകുലത്തിന്റെ, മാത്രമല്ല ഇതൊരു ബയോളജിക്കലാണ്, അപ്പം എല്ലാ മൃഗങ്ങളുടെയും പോലും അല്ലെങ്കിൽ എല്ലാ സൃഷ്ടജാലങ്ങളുടെയും അതിജീവനത്തിന് വേണ്ടി ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു 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 പ്രോഗ്രാമിങ് അല്ലെ ഡിസൈനിങ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓരോ വിഷയം അറിയുമ്പോൾ അല്ലെ ഓരോ കേസ് പഠിക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഫീമെയിൽ സിസ്റ്റത്തിന്റെ അകത്ത് എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സിന് മാത്രമല്ല, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിട്ട് എടുക്കാൻ പോകുന്നത് യൂട്രസ് തന്നെയാണ്. ഇപ്പൊ യൂട്രസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം, അതിന്റെ രണ്ട് വശത്തേക്ക് പോയി ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന രണ്ട് ട്യൂബുകൾക്കാണ് നമ്മൾ ഫളോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഈ യൂട്രസും ഫളോപ്പിയൻ ട്യൂബ്സും, ഇനി അതിന്റെ അനുബന്ധമായിട്ട് നമ്മൾ ധാരാളം ടിഷ്യൂ കോശങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവയവങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ, കലകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് പോകുന്നത്. അതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ആദ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു പഠന പദ്ധതിയല്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് വായിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടി നിങ്ങളെ താല്പര്യപ്പെടുത്തുന്ന ഒരു 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 പദ്ധതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് സഹകരിക്കണം. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഇന്ന് പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി പറയുകയാണ്. അപ്പോൾ ടോപ്പിക്ക് മെയിൻ ഹെഡിങ് ഇങ്ങനെയാണ്: ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ജൈവികമായ ഈ പദ്ധതിയെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സ്ത്രീകളുടെ പ്രത്യുത്പാദനം ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളെ കുറിച്ചും അവയുടെ
ഈ 5 ബയോളജിക്കൽ ലോസ് എന്ന് പറയുന്ന 5 ജൈവിക നിയമങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇതിനെ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഡോക്ടർ ഹാമർ എന്തുമാത്രം ബുദ്ധി അല്ലെങ്കിൽ എന്തുമാത്രം ചിന്തകൾ, എന്തുമാത്രം താത്വികമായിട്ടുള്ള അവലോകനം നടത്തിയ ശേഷമാണ് ഇതെല്ലാം കണ്ടുപിടിച്ചതെന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ഭുത പരതന്ത്രനാവാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ വിഷയത്തിലേക്ക് പോകണം. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂട്രസ് ആണ്, അതിന്റെ ഫലോപ്പിയൻ ട്യൂബ്സ് ആണ്. ഓഫ് കോഴ്സ് ഈ പടത്തിൽ തന്നെ നിങ്ങൾ കാണുന്ന പോലെ 2 ഓവറി ഉണ്ട്, രണ്ടു വശത്തും അണ്ഡാശയം എന്ന് പറയുന്നത്. അപ്പം പ്രത്യുൽപാദനം നടക്കാൻ വേണ്ടിയിട്ട് ഈ യൂട്രസിന്റെ അടിഭാഗം എന്ന് പറയാൻ പറ്റില്ല, ലോവർ എൻഡിൽ, അതിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർവിക്സ് ഓപ്പൺസ് ടു വജൈന, യോനി എന്ന് പറയുന്ന ആ ദ്വാരത്തിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിനോടനുബന്ധമായി ധാരാളം ഗ്രന്ഥികളുണ്ട്. അവയുടെ എല്ലാ പ്രവർത്തനങ്ങളും, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പടം കാണുന്നുണ്ടല്ലോ അല്ലേ ഡോക്ടർ അനിത? പടം പടം കാണാൻ ഡോക്ടറെ, കാണുന്നില്ല? പടം ഓക്കെ കാണുന്നുണ്ട്, ഓക്കെ, പടം അത് കാണുന്നുണ്ട്. മതി, അത് ഓക്കെ. മതി. ഈ പടങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഡോക്ടർ ഹാമറിന്റെ ഡയറക്റ്റ് ഡിസൈപ്പിളായ എൻ്റെ ഗുരുനാഥയായ കാരോളിൻ മാക്വലിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പം ഇതുവരെ ഈ ശാസ്ത്രത്തിലേക്ക് പഠിക്കാൻ കടന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ലേണിംഗ് GNM എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ നിറങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് എല്ലാ യൂട്രസ് എന്ന് പറയുന്ന മറ്റേ കിഡ്നി പോലെയോ ലങ്സ് പോലെയോ ഒക്കെ പഠിച്ച പോലെ നമുക്ക് 3 കളറുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് മഞ്ഞ, പ്രൊഡോമിനന്റ്ലി മഞ്ഞയാണ്. രണ്ടാമത്തേത് ഓറഞ്ച് ആണ്. അടുത്തത് ചുവപ്പാണ്. മഞ്ഞ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ ആണ്, കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റെം ആണ്. അത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. ഡ്യൂറിങ് ഹീലിംഗ് ആ സെല്ലെല്ലാം അടന്നു പോയി അത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിനെയാണ് രോഗമെന്ന് നമ്മൾ പല പേരിലും അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് പറയാനുള്ളത് ജെം ലെയർ, ആ മഞ്ഞ നിറത്തിൽ നിന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം എൻഡോഡേം. 3 ഒറിജിനൽ ആയിട്ടുള്ള ജെർമിനൽ ലെയറുകളുണ്ട്. എൻഡോഡേം, മീസോഡേം, എക്ടോഡേം. അതിൽ മീസോഡേം വീണ്ടും ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടലായിട്ട് 4 ലെയറുകളുണ്ട്. അപ്പൊ ഇത് യൂട്രസ് എന്ന് പറയുന്നതിന് തന്നെ നിങ്ങൾക്കറിയാം, അതിനൊരു വര വരച്ചിട്ട് യൂട്രസിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചതിന്റെ ഭിത്തികളിലുള്ളതിനെ നമ്മൾ യൂട്രൈൻ മസിൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടും ഒരേ മഞ്ഞ നിറത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നെങ്കിലും ബാഹ്യമായിട്ട് കാണുന്നത് അതിന്റെ മസിൽസും അകത്തുള്ള ആ ഒരു കാവിറ്റി എന്ന് പറയുന്ന യൂട്രൈൻ കാവിറ്റിയാണ്. അവിടെയാണ് ഫെർട്ടിലൈസ് ചെയ്ത അണ്ഡം കുഞ്ഞായിട്ട് വളരുന്നത്. അപ്പൊ അതിന്റെ ബാഹ്യഭാഗത്തുള്ള അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസ് ആണ്. അത് എന്തുകൊണ്ട് മഞ്ഞ നിറത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സ്മൂത്ത് മസിൽസ് എന്നാണ് പറയുന്നത്. സ്മൂത്ത് മസിൽസ്, അതും എൻഡോഡേം ഡിറൈവ്ഡ് ആണ്. ഇനി താഴത്തേക്ക് വരുമ്പോൾ ആ കാണുന്ന ചുമന്ന നിറം എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസ് മെംബ്രെയിൻ. അതിന് മാത്രമാണ് ചുവപ്പ് നിറമുള്ളത്. അത് മാത്രമാണ് എക്ടോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ബ്രെയിൻ കൺട്രോളിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന അകത്തെ ഭാഗം, അത് ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി മൾട്ടിപ്ലിക്കേഷൻ. മസിൽ ആയതുകൊണ്ട് ആ സ്മൂത്ത് മസിൽ എന്നാ പറയുക. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഞ്ഞ നിറത്തിൽ തന്നെയാണെന്നുള്ളത് ഇത് ഒറിജിനേറ്റിംഗ് ഫ്രം ദി എൻഡോഡേമാണ്. പക്ഷെ അതിനെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗത്താണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചിത്രം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോസ്റ്റേറ്റ് എടുത്തപ്പോൾ പഠിച്ചു. ഇതേ ചിത്രം തന്നെയാണ് അവിടെ നമ്മൾ പഠിച്ചത്. അതിന്റെ സെൻട്രലായിട്ട്, അതായത് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലായിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, മാല പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നടക്കുന്ന ഇൻറ്റസ്റ്റൈനും ലങ്സും എല്ലാം ഉണ്ട്. അത് പക്ഷെ ഏറ്റവും കേന്ദ്രത്തിൽ വെച്ചിരിക്കുന്നതാണ് പ്രോസ്റ്റേറ്റ് ഇൻ ദി കേസ് ഓഫ് മെയിൽ ആൻഡ് യൂട്രസ് ഇൻ ദി കേസ് ഓഫ് ഫീമെയിൽ. ഇവിടെ യൂട്രസ് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതുകൊണ്ട് ആ സെൻട്രലി കോൺസെൻട്രിക് ആയിട്ടുള്ള ചിത്രം, അവിടെയാണ് യൂട്രസിന്റെ കൺട്രോളിംഗ് സെന്റർ ഉള്ളത്. ഞാൻ പറഞ്ഞു അതിന്റെ മസിൽ, അത് ഇവിടെയാണ് ആ മസിലിന്റെ പടമുള്ളത്. അതായത് ആ എൻഡോമെട്രിയത്തിന്റെ പുറത്തുള്ള ഭാഗം, അതിനെ കൺട്രോൾ ചെയ്യുന്ന മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗമാണ്. അത്
അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെമ്മിന്റെ തന്നെ ഭാഗം എന്ന് പറയാം, പക്ഷെ ഔട്ടർ ഭാഗത്താണ്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമല്ല, കുറച്ചുകൂടെ എബോവ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന സ്മൂത്ത് മസിൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ്. ഇനി എന്താണ് ഇതിന്റെ കോൺഫ്ലിക്റ്റ്? ഇത് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതും പഠിക്കുന്നതും. അപ്പോൾ അതിന്റെ പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റ് എന്നാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത്. പ്രൊക്രിയേഷൻ, ദാറ്റ് മീൻസ് വാട്ട്? ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നില്ല എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് അതിന് കാരണം. അപ്പൊ ഗർഭം ധരിക്കുന്നില്ല എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിന് നമുക്ക് പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അതായത് എനിക്ക് ഗർഭം ധരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ കുറെ നാള് കല്യാണം കഴിഞ്ഞു, അല്ലെ പല പ്രാവശ്യം പുരുഷ ബന്ധം നടത്തി, പക്ഷെ എന്നിട്ടും ഗർഭിണിയാകുന്നില്ല എന്നുള്ളത് തന്നെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അൺഎബിൾ ടു കൺസീവ്, അല്ലെ അൺഎബിൾ ടു ബി എ ഒരു ഈ കിളിക്കൂട്ടിലെ ഒരു പെൺകിളിയായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കുഞ്ഞ് ജനിക്കുന്നില്ല എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? പലപ്പോഴും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും പ്രതീക്ഷ വെക്കുകയും ഓരോ മെൻസസ് കഴിയുമ്പോഴത്തേക്ക്, ഈ പ്രാവശ്യം മെൻസ് കഴിയുമ്പോഴല്ല, ഒരു മെൻസസ് കഴിഞ്ഞ് അടുത്ത മെൻസസിന്റെ സമയത്ത് ഒരു സ്ത്രീ ആഗ്രഹിക്കുവാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുവാണ്, ഇപ്രാവശ്യം എനിക്ക് കുട്ടിയുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം മെൻസസ് വരുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജനിക്കാതെ പോയ ഒരു കുട്ടിയുടെ നഷ്ടം എന്ന് പറയുന്നതാണ് ആ സ്ത്രീ അനുഭവിക്കുന്നത്. അതിനെ നമുക്ക് പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി, ഫെർട്ടിൽ അല്ലെ സ്റ്റെറിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന പല കാരണങ്ങളും ഈ പറയുന്ന ടിഷ്യൂവിന്റെ മാറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പ്രൊക്രിയേഷൻ കോൺഫ്ലിക്റ്റ് ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ കാരണം ഒരുപക്ഷെ പുരുഷന്റെ വശത്തു നിന്നുള്ളതായിരിക്കാം. ചിലപ്പം ഇറക്ഷന്റെ ഉദാഹരണത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബീജം ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ബീജത്തിന്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയിങ് കപ്പാസിറ്റി അത് കുറവായതുകൊണ്ടായി, അല്ലെങ്കിൽ ഒരു ഡിഫോംഡ് ആയിട്ടുള്ള സ്പേംസ് ആയിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ലേഡി അറിയുമ്പോൾ, ഒരു ഭാര്യ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണർ അറിയുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇച്ചിരി ഇച്ചിരി ഫിഗറേറ്റീവ്ലി പറയുകയാണെങ്കിൽ, ഇച്ചിരി കലാപരമായിട്ട് പറയുകയാണെങ്കിൽ, ലോസ് ഓഫ് ആൻ അൺബോൺ ചൈൽഡ്, ജനിക്കാതെ പോയ ഒരു കുട്ടിയുടെ നഷ്ടം. ജനിക്കുന്നില്ല, അത് മനസ്സിൽ ജനിക്കുകയാണ്, എന്നിട്ട് അത് ഓരോ പ്രാവശ്യവും മെൻസസ് വരുന്നതോടുകൂടി കുട്ടി ജനിക്കാതെ പോവാണ്. ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്. ഇനി ഇത് എൻഡോമെട്രിയം എന്ന് പറയുന്ന ആ ഭാഗത്തെ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ എന്ത് സംഭവിക്കും? അതിന്റെ മഞ്ഞ നിറത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, അത് എൻഡോഡിൻ ഡിറൈവ്ഡ് ആണ്, കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റെം ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അവിടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സെല്ലുലാർ പ്രൊളിഫറേഷൻ. ഇപ്പൊ സെല്ലുലാർ പ്രൊളിഫറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂമറിലേക്ക് ഫോർമേഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു സെക്രീറ്റിംഗ് ഓർഗൻ ഒന്നും അല്ല യൂട്രസ്. അതിന്റെ ജോലി എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ തിക്കൻ ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, മസിലിന്റെയും കൂടെ ചേർന്ന് പറയുവാണെങ്കിൽ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തിക്കനിങ് ഓഫ് ദി ലൈനിങ് ആണ്. ഇതാണ് ആക്ച്വലി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെ ഒരു മെൻസസിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് പറയും ഡ്യൂറിങ് ദി പ്രോളിഫറേറ്റീവ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ യൂട്രൈൻ മസിൽസ് തിക്കൻ ആവുകയാണ്, തിക്കൻ എൻഡോമെട്രിയം തിക്കൻ ചെയ്യുകയാണ്. അത് നമ്മൾക്കറിയാം, ഇത്ര സെന്റിമീറ്റർ തിക്കനിങ് ഉണ്ടെങ്കിൽ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയാണ്. ഇനി അത് നടക്കുന്നില്ല, മെൻസസിനോടുകൂടി മെൻസ്ട്രുവേഷൻ വരുന്നതോടുകൂടി കൺസീവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? അത് നമ്മൾ ഹീലിംഗ് ഫേസിലേക്ക് പോകും. ഹീലിംഗ് ഫേസ് അത് മനസ്സിലാക്കണം. അതായത് ഗർഭം ധരിക്കുമ്പോൾ ഉള്ള ഹീലിംഗ് ഫേസ്, മെൻസ്ട്രുവേഷനിലുള്ള ഹീലിംഗ് ഫേസ്, രണ്ടും രണ്ട് രീതിയിലാണ് അത് കാണിക്കുക. അപ്പൊ ബയോളജിക്കൽ പർപ്പസ് എന്താണ്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രൊക്രിയേഷൻ, അല്ലെ കുഞ്ഞ് ഈ പറയുന്ന ഓവറിയിൽ നിന്ന് വരുന്ന ഓവും സെർവിക്സ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സ്പേമും ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് പ്രാപ്തമാകുന്നു. എന്നിട്ട് അതിനുശേഷം ഇംപ്ലാന്റേഷൻ, അത് സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് പ്രകൃതി വെച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന തിക്കനിങ്. അപ്പൊ അതൊരു നമ്മൾ പറയുക, ഈ കുഞ്ഞു വാവേനെ സ്വീകരിക്കാനും അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനാണ്, ഒരു ബെഡ് പ്രിപ്പയർ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ഒരു ബെഡ് പ്രിപ്പയർ ചെയ്യുവാണ് ഫോർ ദി ന്യൂ ചൈൽഡ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. എൻഡോമെട്രിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതാണ് തിക്കനിങ് ഓഫ് ദി എൻഡോമെട്രിയം. നോ ഹീലിംഗ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഹീലിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഹീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ബോഡിയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദിസ് കോൺഫ്ലിക്ട്, അല്ലെങ്കിൽ ഈ പീരീഡിൽ അത് നടന്നില്ല. ഈ ആദ്യത്തെ 14 ദിവസം, നമ്മൾ ആവറേജ് ഒരു 28 ഡേയ്സ് കണക്കാണെങ്കിൽ 14 ദിവസം
ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല, ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ ദ റിമൈനിങ് പാർട്ട് നമ്മൾ മെൻസസ് എന്ന് പറയുന്ന ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന നോർമൽ റെഗുലർ ആയിട്ടുള്ള കാര്യമല്ലാതെ തന്നെ ഒരു ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടായിരുന്നു, എൻഡോമെട്രിയൽ തിക്കനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് ഫംഗസും മൈക്രോ ബാക്ടീരിയൽ ഇൻവോൾവ്മെന്റും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ഉണ്ടായേക്കാം. അത് പലപ്പോഴും ചിലപ്പോൾ ബ്ലീഡിങ്, അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് എന്നോ ഇന്റൻസ് ബ്ലീഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായേക്കാം. അപ്പം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ചിന്തിക്കും എന്തുകൊണ്ട് അവിടെ കുട്ടി ആയില്ലല്ലോ എന്ന് പറയും. പക്ഷെ അടുത്ത പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ബോഡി ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ ഈ പറയുന്ന 5 ബയോളജിക്കൽ ലോസിന്റെ ഉള്ളില് സെക്കൻഡ് ബയോളജിക്കൽ ലോസിന്റെ ഭാഗമായിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയും കോൺഫ്ലിക്റ്റ് ഹീലിംഗും പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹീലിംഗ് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഹെവി ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ അതിൽ വീണ്ടും ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല. നെക്സ്റ്റ് ടൈം കോൺഫ്ലിക്റ്റ് കൺസീവ് ചെയ്യുമെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുവാണെങ്കിൽ ഹെവി ബ്ലീഡിങ്ങും ഇന്റൻസ് ബ്ലീഡിങ്ങും ഒക്കെ നമുക്ക് മീൻസ് ആ ലേഡിക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രക്രിയകൾ മുഴുവനും ഒരു ലേഡി മാത്രമല്ല ഹസ്ബൻഡും മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ പറയും. ഇനി നമ്മൾ ഫളോപ്പിയൻ ട്യൂബ്സിലേക്ക് പോവുകയാണ്. അപ്പൊ യൂട്രസ് എന്ന് പറയുന്ന മിഡിൽ പാർട്ടിന്റെ രണ്ട് വശത്തേക്ക് പോയിരിക്കുന്ന ആ രണ്ട് കുഴലുകളെയാണ് നമ്മൾ ഫളോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. അത് മഞ്ഞ നിറത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ അത് എൻഡോഡേം ഡിറൈവ്ഡ് ആണ്, അല്ലെ എൻഡോഡേം എന്ന് പറയുന്ന ടെർമിനൽ ലെയറിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നതും ബ്രെയിൻ സ്റ്റെം തന്നെയാണ്. അപ്പൊ എന്താണ് അവിടെ കോൺഫ്ലിക്റ്റ്? കാരണം യൂട്രസിന്റെ അകത്തെ കോൺഫ്ലിക്റ്റ് നമ്മൾ പറഞ്ഞു, അത് ഇംപ്ലാന്റേഷൻ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ആൻ അൺബോൺ ചൈൽഡ് ആണ്, അൺഎബിൾ ടു കൺസീവ് ആണ്. അപ്പൊ ഇവിടെ കൺസീവ് ചെയ്യുക എന്നുള്ള യൂട്രസ് ആണെങ്കിൽ ഫളോപ്പിയൻ ട്യൂബിന്റെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം അൺഎബിൾ ടു ക്യാച്ച് ദി ഓവോ, അല്ലെങ്കിൽ ഓവത്തെ സ്വീകരിച്ച് ഫളോപ്പിയൻ ട്യൂബിൽ നിന്ന് സ്വീകരിച്ച് അതിനെ ഇവിടെ എത്തിക്കാനായിട്ട് ഫളോപ്പിയൻ ട്യൂബസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന മുഴുവൻ പത്തോളജി എന്ന് അറിയപ്പെടുന്ന ചേഞ്ചസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാൻ പോയാൽ ഒരിടത്തും തീരത്തില്ല. നിങ്ങൾ വായിച്ചു പഠിക്കുക തന്നെ ചെയ്യണം. അപ്പം യൂട്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഫളോപ്പിയൻ ട്യൂബ്സിനെ സംബന്ധിച്ചിടത്തോളം, ഓവറിയിൽ നിന്ന് വരുന്ന ഓവം സ്വീകരിച്ച് അല്ലെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്ത് ഈ യൂട്രസിലേക്ക് എത്തിക്കാനായിട്ട് അതിന് കഴിയുന്നില്ല എന്നുള്ള, അൺഎബിൾ ടു ക്യാച്ച് ദി ഓവം, ഓവത്തെ അല്ലെങ്കിൽ അണ്ടത്തെ സ്വീകരിച്ച് ഇവിടെ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കോൺഫ്ലിക്റ്റ്. ഇത് നമുക്ക് ഒരു ലേഡിയെ സംബന്ധിച്ചുള്ള ഇതൊന്നും പ്രത്യേകിച്ച് വേറെ വേറെ ആകാൻ മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ പലപ്പോഴും ഇത് ഏതെങ്കിലും ഒരു ഡയഗ്നോസിസിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കോൺഫ്ലിക്റ്റ് ആയി. എന്റെ ഫളോപ്പിയൻ ട്യൂബ്സ് ബ്ലോക്ക്ഡ് ആണ്, അല്ലെ എന്റെ ഫളോപ്പിയൻ ട്യൂബ്സിൽ സാൽപിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡയഗ്നോസിസ് കിട്ടിയാൽ പിന്നെ ആ സ്ത്രീ അതിന്റെ മേലെ കോൺഫ്ലിക്റ്റഡ് ആണ്. അതിനെയാണ് അൺഎബിൾ ടു ക്യാച്ച് ദി ഓവം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹീലിംഗ് ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാകുന്നതാണ്. ഹീലിംഗിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ബാക്ടീരിയ മീൻസ് മൈക്രോ ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ സാൽപിഞ്ചൈറ്റിസ് എന്ന് പറയും. സാൽപിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഫളോപ്പിയൻ ട്യൂബ്സ് ആണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. വളരെ കൂടുതൽ സമയം പറയാനായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി അവയവങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ടിഷ്യൂസ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ യൂട്രസ് മസിൽസ് ആണ്. ഇപ്പൊ മസിൽസ് ഞാൻ നേരത്തെ ചുരുക്കമായിട്ട് പറഞ്ഞു. ഇവിടെ ആ ഹെഡിങ്ങിൽ നിങ്ങൾ കാണാം സ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ വരയായിട്ടുണ്ട്. അത് പക്ഷെ സ്ട്രേറ്റഡ് മസിൽസ് അല്ല, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കളർ നല്ല ഓറഞ്ച് കളറായിരിക്കും. ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്മൂത്ത് മസിൽസ് എന്നാണ് പറയുന്നത്. അതായത് യൂട്രസ് എന്ന് പറയുന്ന എൻഡോമെട്രിയൽ കാവിറ്റി, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം തന്നെയാണ്, അതിന്റെ പൊസിഷൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് അതിന്റെ ജോലി. അത് സ്മൂത്ത് മസിൽസ് ആണ്. അതിന്റെ ജോലി ഹോൾഡിങ് ദി ഫീറ്റസ്. അതിൻ്റെ അകത്ത് ജന്മം കൊള്ളുന്ന ശിശുവിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ, ഫീറ്റസിനെ, അതിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ജോലി. അപ്പം വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, ഹോൾഡ് ചെയ്താൽ പോരാ, അത് അയച്ചു കൊടുക്കണം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലേബർ ടൈം ആകുമ്പോൾ നോർമലി 280 days കഴിയുമ്പോഴത്തേക്കും ആ കൃത്യസമയത്തിന് അത് പുറത്തേക്ക് പോകണം. അതിനാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയ ആ സമയത്ത് ഈ മസിൽസിനാണ് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്. അല്ലെങ്കിൽ അതിന്റെ കൺട്രാക്ഷൻ കൊണ്ടാണ് കുഞ്ഞിന്റെ പൊസിഷൻ അവിടെ നിന്ന് താഴത്തേക്ക് സെർവിക്സിലേക്ക് വരുന്നതും പിന്നെ പുറത്തേക്ക് വരുന്നത്. സെർവിക്സ് വരെ എത്തുന്നതാണ് യൂട്രൈൻ മസിൽസിന്റെ ജോലി. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്താണ് ആ മഞ്ഞ നിറം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നതിന്റെ ഒറിജിൻ നിങ്ങൾക്ക് മനസ്സിലാകും. അത് എൻഡോഡേം ഡിറൈവ്ഡ് ആണ്.
അത് മസിൽ ആയതുകൊണ്ട് അതിന്റെ കൺട്രോളിംഗ് സെന്റർ നിങ്ങൾ ഈ പടത്തിൽ തന്നെ കാണാം. മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന അത് വരയിട്ടിട്ടുള്ള മഞ്ഞ നിറമുള്ള ഭാഗമാണ്. അത് കുറച്ചുകൂടെ എൻലാർജ്ഡ് ആയിട്ട് കാണിക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് മിഡ് ബ്രെയിൻ ആണ് യൂട്രൈൻ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഇൻവോളണ്ടറി കൺട്രാക്ഷന് വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. പക്ഷേ നോർമൽ കേസിൽ ഇപ്പൊ മെൻസസിന്റെ സമയത്ത് കൺട്രാക്ഷൻ ഉണ്ട്, ലേബറിന്റെ സമയത്ത് കൺട്രാക്ഷൻ ഉണ്ട്. മറ്റു സമയത്ത് സാധാരണഗതിയിൽ ഈ കൺട്രാക്ഷൻ ആക്റ്റീവ് അല്ല. പക്ഷെ ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ച പ്രക്രിയ മിക്കവാറും അതിന്റെ ഫെർട്ടൈൽ പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് മിക്കവാറും കേസിൽ ഈ പറയുന്ന ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ ഉണ്ട്. അത് ഇൻവോളണ്ടറി ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ അങ്ങ് ഞെക്കി പുറത്തേക്ക് കളയുക എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ താഴത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് അതിന്റെ വോളണ്ടറി മസിൽസിന്റെ ആക്ഷൻ ഉള്ളത്. അപ്പോൾ ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ലേബർ ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഇതിന്റെ കോൺഫ്ലിക്റ്റ്? ഏതിന്റെ കോൺഫ്ലിക്റ്റ്? മസിലിന്റെ, അതായത് യൂട്രൈൻ മസിൽസിന്റെ. നമുക്ക് മനസ്സിലായതുപോലെ അതിന്റെ ജോലി ഞാൻ പറഞ്ഞു, ഇപ്പോഴും കോൺഫ്ലിക്റ്റ് ആ ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൺഫ്ലിക്റ്റ് ഇതാണ്: നോട്ട് ഏബിൾ ടു ഹോൾഡ് ദി ഫീറ്റസ്. ഇപ്പൊ റെക്കറന്റ് ആയിട്ടുള്ള അബോർഷൻ ഒക്കെ നടക്കുന്നവർക്ക് ഡോക്ടർമാർ പറയും, യൂട്രസിന് കനമില്ല, യൂട്രസിന് കട്ടിയില്ല, യൂട്രസിന്റെ അകത്ത് കുഞ്ഞ് നിൽക്കുന്നില്ല, കുഞ്ഞ് പോയി പോവുകയാണ്. ഇതൊക്കെ ഒരു ലേഡിക്ക് ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ആ സ്ത്രീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി പീരീഡിൽ. അപ്പൊ എന്റെ യൂട്രസിന് ബലമില്ല, എന്റെ യൂട്രസിന് കുഞ്ഞിനെ താങ്ങി നിർത്താനുള്ള കഴിവില്ല എന്നൊക്കെയുള്ളതാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അവിടെ എന്താണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ സംഭവിക്കുന്നത്? ആക്ച്വലി അവിടെ നെക്രോസിസ് ആണ്. മസിൽ ആയതുകൊണ്ട് തന്നെ അത് ഡിസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു നെക്രോസിസ് ആണ്. ഹീലിംഗിലാണ് അത് റീകൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കൺസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന യൂട്രൈൻ മസിൽസ്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ അതിന് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ നെക്രോസിസ് സംഭവിച്ചാൽ പോലും യെസ്, കുഞ്ഞ് കൺസീവ് ചെയ്തു, ഫെർട്ടിലൈസ് ചെയ്തു, ഇംപ്ലാന്റ് ചെയ്തു, ഇത്രയും അറിഞ്ഞു കഴിയുമ്പോൾ ഈ ബോഡി ഓട്ടോമാറ്റിക്കലി അത് റീകൺസ്ട്രക്ഷൻ ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ട് തിക്കൻ ചെയ്യും, ഹോൾഡ് ചെയ്യും, വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ആയിട്ട് അത് ആക്ട് ചെയ്യും. പിന്നെ ഓൾവേസ് ദർ വിൽ ബി എ ക്രാമ്പിങ് സെൻസേഷൻ, അതായത് എപ്പോഴും ഒരു എക്സ്പൾഷൻ ടെൻഡൻസി ഉണ്ടാകും. അത് വളരെ വളരെ ഹൈറ്റിലാകുന്ന സമയത്താണ് ആക്ച്വൽ ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് എപ്പോഴും ഈ പറയുന്ന ഒരു സെൻസേഷൻ ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് അതിന്റെ പെർപ്പസ് സെർവ് ചെയ്യാനായിട്ടുള്ള ഫൈനൽ കൾമിനേഷൻ അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലേബർ, ഡെലിവറി ഓഫ് ദി ചൈൽഡ്, ഇത് നടക്കുന്നത് അവസാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പം എന്താണ് അതിന്റെ ബയോളജിക്കൽ പർപ്പസ്? യൂട്രസിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ ബയോളജിക്കൽ പർപ്പസ്. നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇത് നിങ്ങൾ വളരെയധികം സമയമെടുത്ത് പഠിക്കണം. സോറി, ഇത് എൻഡോമെട്രിയത്തിലും ഇത് എന്താ പറയുക, ഫൈബ്രോയിഡിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു യൂട്രൈൻ മസിൽസിൽ ഉണ്ടാകുന്ന മുഴകൾ എന്നറിയപ്പെടുന്ന ഫൈബ്രോയിഡ്. അത് 3 തരത്തിലുണ്ട്. ഒന്ന് മയോമെട്രി എന്ന് പറയുന്ന മസിലിന്റെ ഉള്ളിൽ തന്നെ ഫോം ചെയ്യാം, അതിന്റെ എൻഡോമെട്രിയത്തിൽ ഫോം ചെയ്യാം, പെരിമെട്രി അല്ലെങ്കിൽ ഔട്ടർ സൈഡിലേക്കും അത് ഗ്രോ ചെയ്യാം. ആ മസിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പടം തന്നെയാണ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ശരിക്കും പ്രഗ്നൻസി എന്ന് പറയുന്ന പ്രതിഭാസം ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രതിഭാസം. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക, അതിനെ പ്രസവിക്കുക എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇതിനെ എങ്ങനെയാണ് GHKയുടെ ഫ്രെയിംവർക്കിൽ അല്ലെ GHKയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് പ്രഗ്നൻസിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. എന്നെ ശ്രമിക്കുന്നവർ അല്ലെ ഇത് പഠിച്ചത്, ഞാൻ ഇത് ആദ്യമായിട്ട് ഇത്രയും റിഫൈൻഡ് ആയിരുന്നില്ല എനിക്ക് ആദ്യം കണ്ട പടം. അന്ന് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അല്ലെ ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള ഒരു പടമാണ് കാരോളിൻ ഞാൻ പോയ ഒരു സെമിനാറിൽ പുള്ളിക്കാരത്തി ബോർഡിൽ വരച്ച് കാണിച്ചു, അല്ലെ വരയ്ക്കുമല്ല, പുള്ളിക്കാരത്തി ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ ഗ്രോസ് ആയിട്ട് അത് അവതരിപ്പിച്ചു. ഇതുപോലൊരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ആയിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു ആ ഒരു പടം. ഞാനത് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എത്രമാത്രം മനോഹരമായിട്ടാണ് ഡോക്ടർ ഹാമർ ഈ പറയുന്ന പ്രഗ്നൻസി എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഈ 5 ബയോളജിക്കൽ ലോസിന്റെ ഉള്ളില് പെടുത്തുന്നതും എന്നിട്ട് അത് വിശദീകരിക്കുന്നതും എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾക്ക് ശരിക്കും സമയമെടുത്ത് പഠിക്കുക. കാരണം ഇത് മാത്രം പഠിക്കാൻ മാത്രമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പല ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്.
കാരണം ആദ്യം കാരോലിൻ മാർക്കോലിൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതില്ലായിരുന്നു. ഈ പോർഷനെ ടോട്ടലി ആബ്സെന്റ് ആയിരുന്നു. അതിനുശേഷം ആഡ് ചെയ്തതാണ്. അപ്പോഴാണ് ഈ പറയുന്ന ഗ്രാഫിക്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നതും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബയോളജിക്കൽ പ്രോഗ്രാമായിട്ട് പ്രഗ്നൻസിയെ, ചൈൽഡ് ബർത്തിനെ, ലേബറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗ്രാഫിക്സ് ആണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കോപ്പി ചെയ്യണം. നിങ്ങളുടെ ബുക്കിലോ കമ്പ്യൂട്ടറിലോ അല്ല, നിങ്ങളുടെ മനസ്സിൽ. കാരണം അത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള ഒരു നോളജാണ് നിങ്ങളുടെ കുടുംബത്തിൽ. അത് പുരുഷനായാലും സ്ത്രീ ആയാലും കുഞ്ഞായാലും നിങ്ങൾ പഠിച്ചേ തീരൂ എന്ന് വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഗർഭം ധരിക്കുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചോളം, ഗർഭം ധരിക്കാത്ത ലേഡിയെ സംബന്ധിച്ചോളം, ഗർഭിണിയാകുന്ന ആളെ സംബന്ധിച്ചോളം, ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ഇത് പഠിച്ചേ തീരൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കതിൽ വിശദമായിട്ട് പോകാം. സമയക്കുറവുണ്ട്. എന്തായാലും ഈ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വിശദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു സെഷൻ അല്ല ഇതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻസി ഒരു ബയോളജിക്കൽ പ്രോഗ്രാമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ അതിനൊരു 196 ദിവസം രണ്ടാമത്തെ ഭാഗം, അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. ഓരോ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് 84 ഡേയ്സ്. ഓരോ 3 മാസമല്ല, 28 × 3 ആണ്. അപ്പൊ 84 ഡേയ്സ്, ആദ്യത്തെ 3 മാസം എന്ന് വേണമെങ്കിൽ റഫായിട്ട് പറയാം. 84 ഡേയ്സിനെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് എല്ലാവരും വിളിക്കും. പക്ഷേ ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒരു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആണെന്ന് ഒരു ഡോക്ടർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. എന്തുകൊണ്ടാണ് ഒത്തിരി ഒത്തിരി കോൺഫ്ലിക്റ്റ് ആകുന്നത്, ഒത്തിരി ഒത്തിരി രോഗങ്ങൾ എന്നറിയപ്പെടുന്ന അവസ്ഥകൾ, ആ ഒരു പ്രത്യേക സംഭവം നടക്കുന്നത്, എന്തുകൊണ്ടാണ് ആ സമയത്തുണ്ടാകുന്ന പ്രത്യേക മാനസിക ശാരീരിക മാറ്റങ്ങൾ വരുന്നത് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഈ 84 ഡേയ്സ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അവിടെ ആ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് കൺസെപ്ഷൻ ആണ് ഒരു ലേഡിയെ സംബന്ധിച്ചുള്ള ഒരു DHS. അത് അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് നമുക്ക് ഡെഫിനിഷനിൽ DHSനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആണ് എങ്കിൽ പോലും ഒരു സ്ത്രീ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കുഞ്ഞിനെ ജനിക്കുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കൺസെപ്ഷൻസ് ഉണ്ട്. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കൺസെപ്ഷൻസ് ഉണ്ട്. അത് എന്തുമാത്രം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, എങ്ങനെയാണ് തുടരണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകളും ചിന്തകളും വരുന്നു. അതിനുവേണ്ടി ശ്രമം നടത്തുന്നു. ഇതെല്ലാം നടത്തുവാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന അമ്മ ഗർഭിണിയായി, രണ്ടാമത്തെ പെൺകുട്ടിയാണ്. ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ വന്നപ്പോഴത്തേക്കും അവള് മെലിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മെലിഞ്ഞിരിക്കുന്നത് ചോദിച്ചപ്പോൾ ആ പ്രഗ്നൻസി പീരീഡിൽ അവളുടെ മദർ ഇവിടെ ഗർഭം ധരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. 4 മാസത്തോളം ശ്രമിച്ചു ഇതിനെ കളയാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പോയിട്ടില്ല. എന്നിട്ടാണ് ഇത് പോയത്. അപ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ എന്താണ്, അതെല്ലാം വിശകലനം ചെയ്യാനായിട്ട് ഈ ഒരു പടം അല്ലെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളെ സഹായിക്കും. അപ്പം ആദ്യത്തെ 84 ഡേയ്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 3 മന്ത്സ് റഫിലിയാണ്. 28 × 3 ആണ്. 84 ഡേയ്സിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആണ്. ഇവിടെയുള്ള ഹോർമോണൽ പ്രോമിനൻസ് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി കോൺഫ്ലിക്ട്സ്, അതായത് ഒത്തിരി ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. എവിടെയാണ് ഞാൻ പ്രസവിക്കുന്നത്, അയ്യോ ഞാൻ ഗർഭിണി ആയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഓ ഞാൻ ഗർഭം ധരിച്ചല്ലോ എന്ന് സന്തോഷിക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ മാനസികാവസ്ഥ, അവരുടെ ശാരീരിക അവസ്ഥയിലേക്ക് മാറും. അപ്പൊ ആദ്യം നടക്കുന്ന ഈ 3 മാസം അത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആണ്. അപ്പം അവിടെ എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആദ്യത്തെ 3 മാസം എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂസിന്റെ രീതിയിൽ, ആ ഒരു ഫോർമാറ്റിൽ, ആ ഒരു ടെംപ്ലേറ്റിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ സെൽ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ബ്രെയിൻ സ്റ്റം കൺട്രോൾ ആയിട്ടുള്ള എൻഡോഡേമൽ ഒറിജിൻ ആയിട്ടുള്ള ടിഷ്യൂവിന്റെ, അതായത് യൂട്രസും നമ്മൾ ഇനി ജേം സെൽസ് പഠിക്കും, അതിൻ്റെ ഒക്കെ ഉള്ള റിയാക്ഷൻസ് പോലെ തന്നെയാണ് ഇവിടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉണ്ടാകുന്നത്. ഇത് സിമ്പത്തിക്കോട്ടോണിയ ആണ്. അതുകൊണ്ട് ഭയങ്കര ഹൈപ്പർ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവിറ്റി ആയിരിക്കും. അപ്പൊ എപ്പോഴും കോൺഫ്ലിക്ട്സ് ആണ്. ഓ ഐ ബിക്കെയിം കോൺഫ്ലിക്റ്റ്, ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഹൗ ഹസ്ബൻഡ് വിൽ ടേക്ക് ഇറ്റ്, ഹൗ മദർ ഇൻ ലോ വിൽ ടേക്ക് ഇറ്റ്, മൈ കൊളീഗ്സ് വിൽ ടേക്ക് ഇറ്റ്, ഹൗ ഐ വിൽ ബി ഏബിൾ ടു കണ്ടിന്യൂ മൈ സോ മെനി കോൺഫ്ലിക്ട്സ്. ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഫസ്റ്റ് ട്രൈമസ്റ്റർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു വാഗോട്ടോണിയ, അതായത് റിലാക്സേഷൻ നടക്കാൻ പോവുകയാണ്. അപ്പം മറ്റേണൽ ഫീറ്റൽ സിങ്ക്രോണിസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ മൊത്തത്തിൽ വിളിക്കാം. അതായത്
ഈ ഈ പറയുന്ന പ്രോസസ്സ് നമ്മൾ ഇപ്പോൾ ഫീറ്റസിന്റെ അവസ്ഥകളാണ് നമ്മൾ മുകളിൽ ഹെഡിങ്ങിൽ നിങ്ങൾ കാണുന്നത്, പ്രഗ്നൻസി ഫീറ്റസിന്റെ. അപ്പോ ഇത് ഫീറ്റസിന്റെ മാത്രം ഒരു പ്രക്രിയയല്ല, അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന കുഞ്ഞും അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് എന്നുള്ള വളരെ വിപ്ലവകരമായ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത് അമ്മയുടെ മാത്രം ഒരു പ്രക്രിയയല്ല. അമ്മ മാത്രം ഗർഭം ധരിക്കുന്നു, അമ്മ കുഞ്ഞിനെ വളർത്തുന്നു വയറ്റില്, എന്നിട്ട് അത് കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തേക്ക് വിടുന്നു, അല്ല. ഈ ഫീറ്റസ് എന്ന് പറയുന്ന, എംബ്രിയോ എന്ന് പറയുന്ന അല്ലെ കുഞ്ഞിനും അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് വൈഗോട്ടോണിക് സ്റ്റേജും അതിനെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ ഒരു സിങ്ക്രോണി എന്ന് പറയുന്ന ഒരു ടുഗദർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അമ്മയും കുഞ്ഞും ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ പ്രഗ്നൻസി എന്ന് നമ്മൾ വിപ്ലവകരമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് വരുവാണ് ചെയ്യുന്നത്. ഇതൊരു കോർഡിനേറ്റഡ് റിതമാണ്. അതായത് കുഞ്ഞിന്റെ വശത്തു നിന്ന് മൂവ്മെന്റ്സ് ഉണ്ട്, കുഞ്ഞും അവസാനത്തെ ഘട്ടത്തിലേക്ക് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്, യൂട്രസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അമ്മയുടെ വശത്ത് നിന്ന്. ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെലിവറി അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പൊ ഇതൊരു സിങ്ക്രോണി ആണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇത് അമ്മയുടെ ശരീരത്തിന്റെ മാത്രം ഒരു പ്രക്രിയയല്ല, അമ്മയുടെ മനസ്സിന്റെ മാത്രം ഒരു പ്രക്രിയയല്ല, കുഞ്ഞും അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യം കുഞ്ഞ് വലുതാകുന്നു, അതിനുശേഷവും കുഞ്ഞ് വലുതാകുന്നുണ്ട്, പക്ഷെ അത് വേറൊരു ഫോർമാറ്റിലാണ്. അതിനെ നമ്മൾ എന്താ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എപ്പി ബ്രെയിൻ സ്റ്റെമ്മിന്റെ, സോറി, സെറിബ്രലത്തിന്റെ ഔട്ടർ സൈഡിലുള്ള ടിഷ്യൂ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ടിഷ്യൂവിനെ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ഓർഗൻ പോലെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദി ഹീലിംഗിൽ ഫീറ്റസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻലാർജ്മെന്റ് ആണ്, അല്ലെ ടിഷ്യൂ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലെ ടിഷ്യൂ ബിൽഡിംഗ് ആണ്. അപ്പൊ കുട്ടിയുടെ ആദ്യത്തെ ഭാഗം ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആയിട്ടുള്ള ഓർഗന്റെ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി മൾട്ടിപ്ലിക്കേഷൻ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. പക്ഷെ അവിടെ വരുമ്പോഴത്തേക്ക് അത് എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂവിന്റെ അല്ല, സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ടിഷ്യൂവിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. ഇത് നമുക്ക് കൂടുതൽ സമയമെടുത്ത് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം ഈ വാഗോട്ടോണിക് ഫേസിനെ നമ്മൾ PCL എന്ന് പറയും. PCL A, B അങ്ങനെ ഡിഫറൻസിയേഷൻ ഈ പറയുന്നില്ല. ഇത് ഒരു 196 ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ, അതായത് 84+84+84, അതായത് രണ്ടും തേർഡും ട്രൈമസ്റ്റർ ഒരുമിച്ചുള്ള ഒരു ഭാഗമാണ് ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ഡോക്ടർമാർക്കൊക്കെ അറിയുന്നത് ഇവിടെ പ്രൊജസ്ട്രോൺ കൺട്രോൾഡ് ആണ്. ഇപ്പൊ പ്രഗ്നന്റ് ആകുന്നവരെ ഈസ്ട്രജൻ കൺട്രോൾഡ് ആണ്. പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പ്രൊജസ്ട്രോൺ അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ എവിടുന്ന വരുന്നത് നിങ്ങൾക്കറിയാം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഓവറിയുടെ ഔട്ടറിൽ ഉണ്ടാകുന്ന കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ടിഷ്യൂ ആണ് ഈ പറയുന്ന പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നെസസറി ഫോർ ഓൾ ദി ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദി യൂട്രസ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകണം. കുട്ടിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ അമ്മയുടെ വശത്തു നിന്നും ഇതുപോലെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അമ്മയുടെയും ബ്രസ്റ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ യൂട്രസ് മ്യൂക്കോസ, നമ്മൾ എൻഡോമെട്രിയോ എന്ന് പറഞ്ഞത്, പ്ലാസന്റ അല്ലെ യൂട്രസ് മസിൽസ് പോലും ഡ്യൂറിങ് ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ റിയാക്ട് ചെയ്യുന്നത് എൻഡോഡേൻ ഡിറൈവ്ഡ് ടിഷ്യൂ പോലെ, അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ടിഷ്യൂ പോലെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി മൾട്ടിപ്ലിക്കേഷൻ. ലേറ്റസ്റ്റ് സ്റ്റേജിൽ സെൽ പ്രോളിഫറേഷൻ, അവിടെ ബ്രസ്റ്റ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്തത്, അത് പ്രോളിഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രസ്റ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻസിലേക്ക് വരുവാണ്. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ യൂട്രസ് മസിൽസ് അവിടെ റിലാക്സ് ചെയ്യണം, എന്നാലേ വലുതാകുന്ന കുഞ്ഞിനെ അതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ചെവിയുടെ ഹിയറിങ്, സ്റ്റെപ്പിഡിയസ് മസിൽസ് ചെയ്യുന്നു. അപ്പം ഹിയറിംഗ് ആണ് ആദ്യമായിട്ട് കുഞ്ഞ് അനുഭവപ്പെടുന്ന സെൻസേഴ്സ്. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവ് കിട്ടുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിക്കണമെന്ന് അറ്റ്ലീസ്റ്റ് ഡോക്ടർമാരോടും അമ്മയാകാൻ പോകുന്നവരോടും അമ്മയായവരോടും എല്ലാവരോടും ഞാൻ പറയുവാണ്. കാരണം ഇത്രമാത്രം വിലപ്പെട്ട ഒരു അറിവാണ് ഇവിടെയുള്ളത്. നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പോസ്റ്റ് എപ്പില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞു, യൂട്രൈൻ മസിൽസ് എപ്പോഴും തന്നെ ഒരു ചെറിയൊരു വൈബ്രേഷൻ, ചെറിയൊരു സ്പാസം ഒരു നടന്നുകൊണ്ടിരിക്കുവാണ്. അത് അതിന് ക്ലൈമാക്സിൽ വരുന്ന സമയത്താണ് ഈ ഒരു പറയുന്ന എക്സ്പൾഷൻ നടക്കുന്നത്. അതൊരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്. വേറെവർ ദർ ഈസ് ഹീലിംഗിന് ഒരു മിഡിലായിട്ട് നടക്കുന്ന, ഓൾമോസ്റ്റ് ആക്റ്റീവ് ആകുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് അതിന് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആ ക്രൈസിസ് ആണ് പുഷിങ് ദി ബേബി ഔട്ട്.
ഫ്രം ദി യൂട്രസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക്, പുതിയ ഒരു ലോകത്തിലേക്ക് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എന്ന് പറയുന്ന ഹീലിംഗിന്റെ മധ്യഭാഗത്തുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഇനി കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ, എയർലി ഡെവലപ്മെന്റ് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഫോർമേഷൻ, അവിടെയൊക്കെ ഈ പറയുന്ന മഞ്ഞ നിറത്തിലുള്ള, അല്ലെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എൻഡോഡെൻ ഡിറൈവ്ഡ് ആണ്, ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ആണ്. അപ്പോൾ ഈ ഏർലി ഡെവലപ്മെന്റിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജർമ്മൻ ലെയറിൽ നിന്നുമുള്ള ഒറിജിനൽ ടിഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ ഏത് കിഡ്നി ആയാലും, യൂട്രസ് ആണെങ്കിൽ, ബേബി ഗേൾ ആണെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നി, ഏത് ടിഷ്യൂവിലും ഈ 3 ജർമിനൽ ലെയറിൽ നിന്നുള്ള ഒറിജിൻ ഉണ്ട്. കാരണം നമുക്കറിയുന്ന പോലെ ഒരു സിംഗിൾ ഓവമാണ് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ഇൻറ്റു 2, 3, 2 ഇൻറ്റു 4, 4 ഇൻറ്റു 8, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കുഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ലെയർ ഫോം ചെയ്യുവാണ്. ബ്ലാസ്റ്റോസിസ്റ്റ് 13th ഡേയിൽ ഫോം ചെയ്യുവാണ്. അതാണ് 3 ലെയർ ആയിട്ട് വരുന്നത്. അതിലാണ് മീസോഡേം വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 ലെയർ ആവുന്നത്. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ നടക്കുന്ന വളരെ റാപ്പിഡ് ആയിട്ടുള്ള പ്രോളിഫറേഷൻ ആണ് നടക്കുന്നത്. ആ സമയത്താണ് മിക്കവാറും എല്ലാ അവയവങ്ങളും, ഈ 3 മാസത്തിനുള്ളിൽ എല്ലാ അവയവങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഹാർട്ടും കിഡ്നിയും ലിവറും ലങ്സും ഓവറി ഉൾപ്പെടെ എല്ലാ അവയവങ്ങളും ഉണ്ടാവും. കാരണം അതെല്ലാം, അതിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഓൾഡ് ബ്രെയിൻ കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് ഓൾഡ് ബ്രെയിൻ ഡോമിനൻസ് ഉള്ള ടിഷ്യൂസ് തന്നെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് ലേറ്റർ ഡെവലപ്മെന്റിലാണ് സെറിബ്രൽ ടിഷ്യൂ മച്ചുറേഷൻ നടക്കുന്നു, ഗ്രോത്ത് ആക്സലറേഷൻ. കാരണം 3 മാസത്തിന് ശേഷം ഒരു വളരെ സ്പീഡിലുള്ള വളർച്ചയാണ് കുട്ടിക്ക് വരുന്നത്. അതനുസരിച്ചിട്ട് യൂട്രൈൻ മസിൽസ് റിലാക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ യൂട്രസിലേക്ക് ഇത് കുഞ്ഞിനെ ആവാഹിക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞിനെ വഹിക്കാൻ ഉള്ള സ്പേസും തിക്നെസ്സും കട്ടിയും എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത് ഈ പറയുന്ന 5 ബയോളജിക്കൽ ലോസിന്റെ ഈ ഫ്രെയിംവർക്കിലാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ ഡോക്ടർ ഹാമറിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ചും ഈ പ്രകൃതിയുടെ സൃഷ്ടാവിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് വളരെ ഇതായി പോകും. ഒരു ഡിസൈൻ ഒക്കെ മനസ്സിലാക്കി നമ്മൾ ഈ പറയുന്ന ഈ ഈ സൃഷ്ടാവിനെ നമുക്ക് ബഹുമാനിക്കാനും ആരാധിക്കാനും ഒക്കെ സാധിക്കുന്ന അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നത് മുതൽ, വളർത്തുന്നത് മുതൽ, പുറത്തേക്ക് വരുന്നത് വരെ. ഇനി നമ്മൾ ലാക്ടേഷൻ ഒക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ പിന്നീടുള്ള സമയത്തെല്ലാം ഈ സെറിബ്രൽ ടിഷ്യൂ, ഞാൻ പറഞ്ഞത് സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ ഒരു സെറിബ്രൽ കൺട്രോൾഡ് ടിഷ്യൂവിന്റെ മച്ചുറേഷൻ പോലെയാണ്. കാരണം അവിടെ വളരെ സ്പെർട്ട് ഓഫ് ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ആക്സലറേറ്റഡ് ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ആദ്യമേ ഉള്ള ഈ 3 മാസം ഫോം ചെയ്ത എല്ലാ ടിഷ്യൂസ്, അല്ലെ എല്ലാ ഓർഗൻസും അങ്ങനെ പറയാം, അതെല്ലാം ഒന്നുകൂടെ വലുതായി, ഒന്നുകൂടെ അതിന്റെ ഫങ്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് ഫൈൻ ട്യൂണിങ് എന്ന് വേണേൽ പറയാം. നമ്മൾ ആദ്യത്തെ 3 മാസം ഒരു അവയവം ഉണ്ടായി, കിഡ്നി ആയാലും ലങ്സ് ആയാലും ഇതെല്ലാം അവിടെ ഉണ്ട്, ഹാർട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് റിഫൈൻ ചെയ്ത് ആ ഓർഗൻ, അതാണ് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ നടക്കുന്നത്. ഇനി ബർത്ത് എന്ന് പറയുന്ന പ്രക്രിയ, അത് വളരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ യുട്രൈൻ കൺട്രാക്ഷൻസ്, അതിങ്ങനെ ഫൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് സ്മൂത്ത് മസിലാണ്. അതിന്റെ ജോലി തന്നെ ഈ പറയുന്ന നമ്മള് എല്ലാ ഇൻറ്റസ്റ്റൈനൽ ഒറിജിൻ ആയിട്ടുള്ള ടിഷ്യൂവിൽ നടക്കുന്നത് തന്നെയാണ്. അതായത് ബോളസ് ഓഫ് ഫുഡ് നമ്മൾ പയ്യെ പ്രൊപ്പൽ ചെയ്തിട്ട് അതിനെ പുറത്തേക്ക് മുന്നോട്ട് നയിക്കണം. അതുപോലെ എയർ, എവിടെയെല്ലാം ബോളസ്, അല്ലെ നമ്മൾ പറയുന്ന മോർസൽ എന്ന് പറയുന്നതിന് മുമ്പോട്ട് പോകുന്നതും ഈ എൻഡോഡേമൽ ടിഷ്യൂസിനാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു യുട്രൈൻ കൺട്രാക്ഷൻസ് തന്നെയാണ്. ഈ യുട്രൈൻ കൺട്രാക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് അത് വലുതായി വലുതായി മോർ ഡീപ്പായി, മോർ സ്ട്രോങ് ആയി, അങ്ങനെ ഒരു കൺട്രാക്ഷൻ വരുന്ന ഒരു ക്ലൈമാക്സിൽ വരുന്ന സമയത്താണ് ഈ പറയുന്ന എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് വഴിയായിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതൊരു ഫിസിയോളജിക്കലായിട്ട് കുഞ്ഞിനെ സംബന്ധിച്ചും അമ്മയെ സംബന്ധിച്ചും ഒക്കെ ഒരു വലിയൊരു ചേഞ്ചസ് നടക്കണം. നമ്മൾ പത്തോളജി എന്ന് പറയാറില്ല. അതായത് ഒത്തിരി ഒത്തിരി ചേഞ്ചസ് നടക്കുന്നതിന് നമുക്കൊരു ട്രാൻസിഷൻ എന്ന് വേണേൽ പറയാം. ഒരു 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 മാറ്റമാണ് സംഭവിക്കുന്നത് കുഞ്ഞിലും അമ്മയിലും. ഈ പറയുന്ന പ്രക്രിയ, ഡെലിവറി അല്ലെങ്കിൽ ബർത്ത് എന്ന് പറയുന്ന പ്രക്രിയയോടുകൂടി നടക്കുന്നു. കാരണം ഒത്തിരി നമ്മൾ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. കുഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് റെസ്പിറേഷൻ നടത്താൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെ അമ്മയുടെ ബ്രസ്റ്റില് മുലപ്പാല് സെക്രീറ്റ് ചെയ്യുന്ന ഇതാവുന്നു. ബ്രീത്തിങ് മീൻസ് വെറുതെ ശ്വാസം എടുക്കുകയല്ല, ലങ്സ് അതിന് തയ്യാറാകുന്നു. അങ്ങനെ കുറെ ഏറെ കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ ഈ അമ്മയുടെ വശത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. ഈ ഹോർമോൺ സ്റ്റെബിലിറ്റി അമ്മയുടെ അതുവരെയുള്ള ആണെങ്കിൽ അത് എല്ലാം അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വയറ്റില് ജന്മം കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് ഇൻ ദി ബോഡി, ചേഞ്ചസ് ഇൻ ദി ബ്രസ്റ്റ്, മിൽക്ക് കൊടുക്കുന്ന ബ്രസ്റ്റില്, യൂട്രസില് എല്ലാം ചേഞ്ചസ് വരുവാണ്. അവരുടെ ബോഡിയിൽ എല്ലാം ചേഞ്ചസ് വരുവാണ്. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. ഇത് ഒത്തിരി എന്താ പറയാ, മെറ്റബോളിക് ഡിമാൻഡുകൾ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഭക്ഷണം നന്നായിട്ട് വേണം. അതിന്റെ മെറ്റബോളിസം എന്ന് പറയുന്ന ഹോൾ പ്രോസസ് അതെല്ലാം ഇൻക്രീസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഫുഡ് കൊടുക്കുന്നതായിട്ട് വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അസിമുലേഷൻ നടക്കുന്നതായിട്ട് വരുന്നു. ഇങ്ങനെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂറിങ് പ്രഗ്നൻസി എ ലാർജ് നമ്പർ ഓഫ് കോൺഫ്ലിക്ട്സ് ആർ ലൈക്ലി. അതെല്ലാം സംഭവിക്കാറുണ്ട്. എന്താണ്? ഇത് കുഞ്ഞ് പോയി പോകുമോ? എങ്ങാനും ഒരു പ്രാവശ്യം ഒരു അബോർഷൻ നടന്ന കേസാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഡബിൾ ആവും. ഫിയർ ഓഫ് മിസ്കാരേജ്, ഇത് പോയി പോകുമോ എന്നുള്ള പേടി കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഒരു പ്രഗ്നൻസി. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഒരു പ്രീമച്വർ കൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാലും അത് അൺനെസസറി ആയിട്ട് ആങ്സൈറ്റി ആയി ഈ പറയുന്ന പ്രൊട്ടക്ഷന് പകരം അത് കോൺട്രാക്ഷൻ നടന്നിട്ട് അത് പുറത്തേക്ക് പോവുകയും സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ സെർവിക്സ് പഠിക്കും മനസ്സിലാവും. സെർവിക്സ് ഓപ്പൺ ആവുകയും കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. കുഞ്ഞ് മീൻസ് പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ. അത് ഏത് മാസത്തിലാണ്. അപ്പം അൺനെസറി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഒരു ലേഡി മെന്റലി റിട്ടയർഡ് ആയുള്ള കുട്ടിയെ കൊണ്ടാണ് വന്നത്. ഇപ്പം ഡിസ്ലെക്സിയ ഉണ്ട്, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ബിഹേവിയറൽ ടാൻട്രംസ് ഉണ്ട്, ഭയങ്കര പ്രശ്നമുള്ള ഒരു കുഞ്ഞ്. അപ്പൊ ചോദിച്ചപ്പോഴെന്താണ്, 3 മാസം അല്ല 7 മാസം ഗർഭിണിയായപ്പോ അമ്മ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡിനെ വിട്ടിട്ട് വൈഫ് പാലക്കാട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ കോൺഫ്ലിക്റ്റ് ആണ്. എന്താ കോൺഫ്ലിക്റ്റ്? എന്റെ ഡോക്ടറെ, ഞാൻ 3 മാസം ഉറങ്ങിയിട്ടില്ല. എന്താ പ്രശ്നം? അയ്യോ, ഭർത്താവ് അവിടെ തന്നെയല്ലേ, ഭർത്താവ് ഗൾഫിൽ തന്നെയല്ലേ. അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ളത്. അയാൾക്ക് ഭക്ഷണം കൊടുത്തത് ഞാൻ ഇതുവരെ, കല്യാണം കഴിച്ച അന്ന് മുതൽ ഞാനാണ് പുള്ളിക്ക് ചോറ് വാരി കൊടുത്തത്, അല്ലെ ഭക്ഷണം കൊടുത്തത്. പുള്ളിക്കാരൻ ഇത് ഡയറ്റിലൊന്നും ശ്രദ്ധിക്കുന്നത്, പുള്ളി ഭയങ്കര വർക്കഹോളിക്കാണ്. ഇത്രമാത്രം അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്. എന്ത് സംഭവിച്ചു? പ്രഗ്നൻസിയെ വളരെ ഗോഡ് ഗിവൺ ആയിട്ട് കണ്ട് നമ്മൾ വെൽക്കം ചെയ്യുന്നതിന് പകരം ഒരു സ്ത്രീ അനുഭവിച്ച കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യാതെ പോയ കോൺഫ്ലിക്റ്റ്. ആ സ്ത്രീ അല്ലല്ലോ, ആ പെൺകുട്ടി അല്ലല്ലോ ആദ്യമായിട്ട് 7 മാസത്തില് ഭർത്താവിനെ വിട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയും ഭർത്താവ് കൂടെ കൂടെ കിടക്കാനും കൂടെ വരാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു സമയം. പക്ഷെ ആ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു മോഡേൺ പെൺകുട്ടിയാണ്, ബിടെക് ആണ്, എഞ്ചിനീയർ ആണ്, എല്ലാം എല്ലാമാണ്. പക്ഷെ ഇതറിയില്ലായിരുന്നു. അതായത് ഈ 3 മാസം, അവസാനത്തെ 3 മാസം വളരെ ശാന്തമായിട്ട് ഡെലിവറിക്ക് വേണ്ടി പ്രതീക്ഷിക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീ ഭയങ്കരമായിട്ട് 3 മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്തിനാ ഉറങ്ങാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇത്രയും. ഞാൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോയതാണ്. ഇന്ന് വന്ന ഒരു കേസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റുകളൊന്നും പ്രഗ്നൻസി പീരീഡിൽ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഹീലിംഗ് സ്റ്റേജ് ആണ്, വാഗോട്ടോണിക് ഫേസ് ആണ്. ആ സമയത്ത് വീണ്ടും നമ്മൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയാൽ അത് എങ്ങനെയൊക്കെ ഈ സ്ത്രീയുടെ ശരീരത്തിൽ മാത്രമല്ല, യൂട്രസിൽ മാത്രമല്ല, ഈ ഉള്ളിലുള്ള കുഞ്ഞിനെയും അതെങ്ങനെ ബാധിക്കും എന്ന്. കൈ, കാല്, കണ്ണ്, മൂക്ക് എല്ലാം ഉണ്ട്. അപ്പൊ അതെന്താണ്, 3 മന്ത്സ് ഓക്കെ. അതിനുശേഷമാണ് ഈ പറയുന്ന കോൺഫ്ലിക്റ്റ്. അവിടെ ബുദ്ധി ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഷി വാസ് കോൺഫ്ലിക്റ്റ്. അത് പാടില്ല, പാടില്ല, പാടില്ല. അപ്പൊ അങ്ങനെ അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി കൺട്രാക്ഷൻ ഓഫ് ദി യൂട്രസ്. അപ്പൊ ഈ പറയുന്ന യൂട്രൈൻ മസിൽസിന്റെ ഈ പറയുന്ന എന്താ പറയുക, നമ്മള് പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പറയത്തില്ലേ, ഇതിന് സമാനമായിട്ടുള്ള ഒരു സ്മൂത്ത് മസിൽസിന്റെ ഒരു ഒരു പ്രൊപ്പൾഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്രസ് പുറത്തേക്ക്, അല്ല സോറി, പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ, കുട്ടി പുറത്തേക്ക് പോകും, അബോർഷൻ സംഭവിക്കും. അങ്ങനെ സെർവിക്ക് ഓപ്പൺ ചെയ്യും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയുവാണ്. അതായത് മദറിന്റെയും കുട്ടിയുടെയും വശത്തുനിന്നും ലേബർ ആൻഡ് ചൈൽഡ് ബർത്ത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഈ ആദ്യത്തെ ഭാഗത്ത് യൂട്രൈൻ കൺട്രാക്ഷൻസ് നടക്കണമെങ്കിൽ ഓക്സിറ്റോസിൻ മീഡിയേറ്റഡ് ആണ്. അപ്പൊ ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ആ സമയത്ത് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ നടക്കണം. ഇത് സ്മൂത്ത് മസിലിന്റെ കൺട്രാക്ഷൻ നടക്കുന്നത് സെന്റർ ഞാൻ പറഞ്ഞു, അത് മിഡ് ബ്രെയിൻ ആണ്. അതുകൊണ്ട് മിഡ് ബ്രെയിനിലാണ് അതിന്റെ കൺട്രോളിങ് ചെയ്യുന്നത്. അപ്പോൾ സെർവിക്കൽ ആൻഡ് വജൈനൽ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് റിമെയിൻ ക്ലോസ്.
അത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ സെർവിക്സ് ഡയലേറ്റ് ചെയ്യും. ഇപ്പോൾ വജൈനൽ എക്സ്പാൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്യൂറിങ് ദി പ്രഗ്നൻസി അല്ല ഡെലിവറി കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സ്പേസ് വജൈന എക്സ്പാൻഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പൊ അതിന് കണക്കായിട്ടുള്ള സമയത്ത് വജൈന പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ സെല്ലുലാർ ഡിപ്ലീഷൻ ഉണ്ട്. ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഹീലിംഗ് സ്റ്റേജിൽ അത് വൈഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതും ഇവിടെയും ഈ വജൈനയും സെർവിക്സും കൂടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രക്രിയ വളരെ ഭംഗിയായിട്ട് നടക്കത്തുള്ളൂ. ഇനി വൺസ് ദി ഡെലിവറി ഓർ ലേബർ ഹാസ് ഡൺ, അതിനുശേഷം എന്ത് സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദി പോസ്റ്റ്മോർട്ടം മെൻസ്ട്രുവൽ സൈക്കിളാണ്. ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതെല്ലാം ഞാൻ കോപ്പി പേസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വായിക്കണം, ഇതൊക്കെ കാണാപ്പാഠം പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഈ ചിത്രവും കളറും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതെ ഇരിക്കത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ മനസ്സിലാണ് വജൈന റെഡ്, സെർവിക്സ് റെഡ്, ഓവറി ഓറഞ്ച്, അതിന്റെ ജെം സെൽസ് നമ്മൾ പഠിക്കാൻ പോകണം, ജെം സെൽസ് യെല്ലോ. അപ്പൊ അതിന്റെ യെല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം പോസ്റ്റ്മോർട്ടം പീരീഡിനെ കുറിച്ച് കൂടെ ഞാൻ ഇപ്പോഴൊന്ന് പറയുവാണ്. അതായത് ആഫ്റ്റർ ഡെലിവറി വാട്ട് വിൽ ഹാപ്പൻ? പ്രൊജസ്ട്രോൺ അതുവരെ ഹൈ ആയിട്ട് നിന്നത് ഡൗൺ ആകും. അപ്പൊ പിന്നെ ഈസ്ട്രജൻ വേരി ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ കുടിക്കുന്ന സമയത്ത്, വീനിങ് സമയത്ത്, കുട്ടി കുടിക്കുന്ന സമയത്തൊക്കെ ഈസ്ട്രജൻ വേരിയിങ് ആയിരിക്കും. അപ്പോൾ ഒരു അഡാപ്റ്റേഷൻ ഫേസ് ആണ്. ഗ്രാജുവലി ഷി ഹാസ് ബ്രോട്ട് ഔട്ട് ദി ചൈൽഡ് ഓർ പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ. thereafter she has to go back to her original femininity with estrogen prominence. അപ്പൊ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇത് രണ്ടും കൂടെ ഒരു 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 എന്താ പറയുക ബാലൻസ് ആയിലേക്ക് പോകുന്ന ഒരു അഡാപ്റ്റേഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം സ്റ്റേബിൾ ആകും. അതിനുശേഷം നമ്മൾ കുട്ടീനെ കുടിപ്പിക്കുന്ന സ്റ്റേജ്, ലാക്ടേഷൻ പീരീഡ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷി വിൽ അഗൈൻ fall back to the ഒറിജിനൽ ഈസ്ട്രജൻ പ്രോമിനന്റ് ആയിട്ടുള്ള ഫെമിനിനിറ്റി പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് വീണ്ടും അടുത്ത കൺസെപ്ഷന് വേണ്ടിയിട്ട് in order to attract the male, she will become again a beautiful female, more concentrating on her femininity and beauty. അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡി കെയർ, ബ്യൂട്ടി കെയർ ഇതെല്ലാം നടത്തുന്ന ഒരു ലേഡി ആയിട്ട് ഇത് മാറും. അപ്പൊ ഈ ഘട്ടത്തിൽ വരുന്ന കോൺഫ്ലിക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയത്ത് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഓരോ കേസും പറയാനുള്ള സമയമില്ല. നമ്മുടെ ഓരോ കേസ് മനസ്സിലേക്ക് വരും. അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് 3 മാസമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല, ഭർത്താവ് എന്നെ വിട്ടു പോകുമോ, വെദർ ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അതർ വിമൻ. ഇതൊക്കെ ഒരു സ്ത്രീയെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഇതൊക്കെല്ലാം അനിമൽ ലാംഗ്വേജ് ആണ്. അതായത് എന്നെ വിട്ടു പോകുമോ, അതായത് ഞാൻ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിന് തന്തയില്ലാതെയാവോ അല്ലെങ്കിൽ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞായിട്ട് വളരുമോ, ഇതൊക്കെയാണ് സാധാരണ. അപ്പൊ എന്റെ സംരക്ഷണം, എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് അച്ഛൻ കൂടെ ഉണ്ടാകണമെന്നുള്ള ആ ഒരു ഇമോഷണൽ ചേഞ്ച്, ഇതെല്ലാം മീഡിയേറ്റഡ് ബൈ ദി ഹോർമോൺസ് എന്ന് പറയും. പക്ഷെ ഹോർമോണിനെയും ഗൈഡ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന മൈൻഡ് ആണെന്നുള്ളത് നമ്മൾ വളരെയധികം മനസ്സിലാക്കണം. അല്ലാതെ അത് ഹോർമോൺ കൂടുതലാണ്, കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഇതൊക്കെ പഠിക്കുന്നത്. അങ്ങനെയല്ല. ഹോർമോൺ ഈസ് കമ്മിങ് സെക്കൻഡറി ടു ദി ഇമോഷണൽ കോൺഫ്ലിക്ട്സ്. ഇനി നമ്മൾ ലാക്ടേഷനെ കുറിച്ച് പറയുവാണ്. ഇപ്പൊ ലാക്ടേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ മിൽക്ക് ഗ്ലാൻസ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഇനീഷ്യൽ ട്രൈമസ്റ്റർ ഉണ്ടാകും. കാരണം അത് ഓൾഡ് മീസോഡേമാണ്. മിൽക്ക് ഗ്ലാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെറിബെല്ലം കൺട്രോൾഡ് ആണ്. നിങ്ങൾക്കറിയാം, സെറിബെല്ലമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം അത് ഡെവലപ്പിംഗ് ഓൺ ദി ബ്രസ്റ്റ് ഗ്ലാൻസിലാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റിലാണ് അത് ഉണ്ടാകുന്നത്. ബ്രസ്റ്റിലെ ഗ്ലാൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലം ആണ്. എന്താണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, മിക്കവർക്കും അറിയാം. അത് നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഏത് ബ്രസ്റ്റിനെ കുറിച്ച് അടുത്ത ക്ലാസ് നമ്മൾ അതിനെക്കുറിച്ച് മാത്രമാണ്. അപ്പം നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ മനസ്സിലിരിക്കുക, ഇത് ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യുക. മിൽക്ക് ഡക്സ് ആണ് പ്രശ്നമെങ്കിൽ, പ്രശ്നമല്ല, മിൽക്ക് ഡക്സിന്റെ കൺട്രോൾ ചെയ്യുന്നത് അത് കാരണം അതിന്റെ അത് റെഡ് കളറിൽ നിങ്ങൾ പിന്നീട് കാണും. ബ്രസ്റ്റ് ഗ്ലാൻഡ് അടുത്ത ചൊവ്വാഴ്ച ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പോഴത്തേക്കും മിൽക്ക് ഡക്ട്സ് എപ്പോഴും റെഡ് ആണ്. എല്ലാ ഡക്റ്റുകളും, അത് പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ആയിക്കോട്ടെ, തൈറോയിഡ് ഡക്റ്റ് ആയിക്കോട്ടെ, ഹെപ്പാറ്റിക് ഡക്റ്റ് ആയിക്കോട്ടെ, എല്ലാ ഡക്റ്റിനും റെഡ് കളറാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ കോൺഫ്ലിക്ട്, ദാറ്റ് ഈസ് സെപ്പറേഷൻ കോൺഫ്ലിക്ട്. അപ്പം ത്രോൺ അവേ അല്ലെങ്കിൽ ടോൺ ഫ്രം മൈ ബ്രസ്റ്റ്, ഗെറ്റ് ലോസ്റ്റ് or an argument makes a separation between the mother and the child. അപ്പം മദറും ചൈൽഡും കൂടെ എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഗെറ്റ് ലോസ്റ്റ്, യു ആർ നോ മോർ മൈ ചൈൽഡ്, ഓർ യു ഡോണ്ട് കം ടു മൈ ബ്രസ്റ്റ്
എന്നൊക്കെ അമ്മ പറയുന്നതാണ് അതിന്റെ കാരണം. നമ്മുടെ പകുതിയോളമേയായിട്ടുള്ള നമ്മൾ ഒത്തിരി ടോപ്പിക്സ് കിടക്കാറുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് കവർ ചെയ്യും. എന്നെ ശ്രമിക്കാനായിട്ടുള്ള താല്പര്യത്തോട് നിങ്ങൾ ഇരിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് ജേം സെൽസ് എന്ന് പറയും. ഓവറിയുടെ ഒരു സെല്ല് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചിത്രമാണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് റെപ്രസെന്റ്സ് ജേം സെൽസ്. അപ്പൊ ജേം സെൽസ് എന്ന് പറയുന്നത് പ്രൈമോഡിയൽ ജേം സെൽസ് ആണ്. അപ്പൊ അത് എൻഡോഡേമിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് അതിന് മഞ്ഞ നിറം ഉണ്ടാകുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ നമ്മൾ പല പ്രാവശ്യം റെഫർ ചെയ്ത കാര്യമാണ്. സെറിബൽ അല്ല, നമ്മൾ എൻഡോഡേം ആണ് ഡിറൈവ്ഡ്, എൻഡോഡേം ഡിറൈവ്ഡ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ മഞ്ഞ നിറം വരുമ്പോഴത്തേക്ക് അത് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റെം ആണ്. പക്ഷെ ഇവിടെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയാം, അതിന് കുറച്ചുകൂടെ മുകൾ ഭാഗത്തുള്ള ഒരു അവയവമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ബിക്കോസ് അത് മഞ്ഞയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് നോ ക്രോസ് ഓവർ കോറിലേഷൻ. അപ്പോൾ ലെഫ്റ്റ് ഓവറി മദർ ചൈൽഡ് അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ. ഇനി ബ്രെയിൻ കൺട്രോള് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ പറയാം. ബ്രെയിൻ കൺട്രോൾ ഓഫ് ദീസ് ജേം സെൽസ് ആർ ബൈ ദി മിഡ് ബ്രെയിൻ. എന്താണ് കോൺഫ്ലിക്റ്റ്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് ഡീപ് റീപ്രൊഡക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ലോസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പാണ്. ലോസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വെരി ഡിയർ. ആരാണ് ഏറ്റവും ഡിയർ? ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടി തന്നെയാണ്. അപ്പം വെരി ഡിയർ ആയിട്ടുള്ള ആള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി, അത് മിക്കവാറും കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ള കോൺഫ്ലിക്റ്റ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഈ കോൺഫ്ലിക്റ്റ് ടെസ്റ്റിസിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ടെസ്റ്റിസിൽ വരുമ്പോഴത്തേക്കും അതാണ് ടെറട്ടോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ എന്ന് അവർ വിളിക്കുന്നതും. ഡോക്ടർ ഹാമർ എങ്ങനെ GNM കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ GNM പ്രചരിപ്പിക്കാനായിട്ട് ഉണ്ടായി എന്നുള്ളതിന്റെ തുടക്കം അവിടെയാണ്. ലേഡീസിനെ സംബന്ധിച്ചു ഹാമർ അറിയാവുന്ന പുരുഷനായിരുന്നു. ഇവിടെ ലേഡീസിനെ സംബന്ധിച്ചു ജെം സെൽസ് അതിന്റെ പ്രൊഫൗണ്ട് ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ എന്താണ്, എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് നീഡ് ടു പ്രൊഡ്യൂസ്, പ്രിസർവ് ലീനിയേജ്, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഇംപ്ലാന്റഡ് ആയിട്ടുള്ള, അതിനാണ് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എനിക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള എല്ലാ വ്യക്തികളുടെയും നോർമൽ ആയിട്ടുള്ള ആളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും അതില്ല എന്നുള്ളത്, കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും പറയുന്നില്ല. പലർക്കും ഇന്ന് കുഞ്ഞ് വേണ്ട, ലിവിങ് ടുഗദർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും കുഞ്ഞിനെയോടുള്ള ആസക്തി ഇല്ല. പലരും കല്യാണം കഴിച്ചിട്ട് 5 വർഷം 6 വർഷം പഠനം, റിസർച്ച് അല്ലെങ്കിൽ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. ഇൻബോൺ ആയിട്ടുള്ള കുഞ്ഞിനെ വേണം എന്നുള്ള ആ ഒരു തോന്നൽ, നീഡ് ടു റീപ്രൊഡ്യൂസ് ആൻഡ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രിസർവ് മൈ ലീനിയേജ് എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കുഞ്ഞിനെ നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ഈ ജേം സെല്ലിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ എന്ത് സംഭവിക്കും? അവിടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. നിങ്ങൾക്കറിയാവുന്ന മഞ്ഞ നിറത്തിലുള്ള എല്ലാം ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അവിടെ ടിഷ്യൂ അക്യുമുലേഷൻ ആണ് സംഭവിക്കുന്നത്. അതിനാണ് സാധാരണഗതിയിൽ ടെറട്ടോമ എന്ന് പറയുന്നത്. അപ്പൊ അത് മെയിൽ ടെസ്റ്റിസിൽ ടെറട്ടോമ ഉണ്ടാകാം, അതുപോലെ തന്നെ ഓവറിയിലും ടെറട്ടോമ ഉണ്ടാകാം. ഇതിനെ പലപ്പോഴും ഓവേറിയൻ ക്യാൻസർ എന്നുള്ള പേരിലും അറിയപ്പെടും. സാധാരണ അലോപ്പതിക്കാര് ഓവറി ക്യാൻസർ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് സംഗതി. ഈ ടെസ്റ്റിസ് അല്ല, ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ഓവറീസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇനി പഠിക്കാൻ പോവുകയാണ്. ശരിക്കും ഓവറിയുടെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഓറഞ്ച് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഒറിജിൻ ന്യൂ മീസോഡേം എന്ന് പറയുന്ന ജർമ്മൻ ലെയറിൽ നിന്നാണ് അത് ഉണ്ടായത്. അതിന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അതിന്റെ ജോലി. ഓരോ മാസവും ഈ പറയുന്ന കോർപ്പസ് ലൂട്ടിയെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. കോർപ്പസ് ലൂട്ടിയിൽ നിന്ന് പ്രൊജസ്ട്രോൺ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ജോലി. അതിന്റെ ബ്രെയിൻ കൺട്രോൾ നിങ്ങൾക്ക് ആ കളർ കൊണ്ട് തന്നെ മനസ്സിലാക്കാം, അത് മീസോഡേം ആണ് ഒറിജിൻ. അതുകൊണ്ട് തന്നെ സെറിബ്രൽ മെഡുലയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പടത്തിൽ നിന്ന്, ഈ പടത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രെയിൻ കൺട്രോൾ സെറിബ്രൽ മെഡുല ആയതുകൊണ്ടാണ്. കാരണം അത് ക്രോസ് ഓവർ കോറിലേഷൻ വരുന്നത്. ഇനി എന്താണ് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഓവറി? ഓവറിയിലേക്ക് പോയായിരുന്നു. ഓവറിയുടെ കോൺഫ്ലിക്റ്റ് എന്താണ്? ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. ലോസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫൗണ്ട് ലോസും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൊഫൗണ്ട് ലോസ് ജേം സെൽസിന്റെ കോൺഫ്ലിക്റ്റ് ആണ്. ഓവറിയുടെ കോൺഫ്ലിക്റ്റ് ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. ഇത് തമ്മിലൊരു ഗ്രേഡിന്റെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റിയുടെ വ്യത്യാസമാണ്, ഗൗരവത്തിന്റെ കുറവാണ്. അപ്പൊ കുഞ്ഞു പോകുന്നതും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് അതിന്റെ വ്യത്യാസം, ലോസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഡെത്ത് ആണ് ഇവിടെ സംഭവിക്കുന്നത്, ഒരു സെപ്പറേഷൻ ആണ്,
അപ്പം ഇത് പലപ്പോഴും മിസ്കാരേജ് കൊണ്ട് സംഭവിക്കാം. ആ കുഞ്ഞിനോട് ഭയങ്കരമായ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, കുഞ്ഞ് പോയി എന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോൾ ലോസ് കോൺഫ്ലിക്റ്റ് വരാം. അതേസമയം ഞാൻ കൺസീവ് ചെയ്തിരുന്നു, എന്നിട്ട് പോയി എന്നൊക്കെ പറയുന്ന വളരെ ഡീപ്പ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രൊഫൗണ്ട് ലോസ് കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അപ്പോൾ ഓവറിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവാണ്, വളരെ കോമൺ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുവാണ്. അത് സിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രതിഭാസം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. അപ്പൊ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ എന്താ സംഭവിക്കുന്നത്? ഓവറിയിൽ ദർ വിൽ ബി നെക്രോസിസ്. കാരണം കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയാണ്. എന്താണ് കോൺഫ്ലിക്റ്റ്? ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് ധാരാളം റിലേഷൻഷിപ്പും ധാരാളം ബ്രേക്ക് അപ്പം ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന്, ഒരു ഓവറിയിൽ പല 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 സിസ്റ്റുകൾ ഉണ്ടാവും. കാരണം പല 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 നെക്രോസിസ് നടക്കും. അയ്യോ എന്റെ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നഷ്ടപ്പെടുന്ന അവൻ അവനൊക്കെ വിളിച്ച് നഷ്ടപ്പെട്ട ഒത്തിരി ഒത്തിരി റിലേഷൻഷിപ്സിന്റെ ഒരു ചരിത്രമുള്ള ഒരാളുടെ ഓവറിയിൽ, ഒരു ലേഡിയുടെ ഓവറിയിൽ ധാരാളം നെക്രോട്ടിക് ഈവൻസ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഇതെന്താ സംഭവിക്കുന്നത്? അവളുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രജനെ ബാധിക്കും. അത് ഈസ്ട്രജൻ പ്രോപ്പർ ആയിട്ട് വന്നാൽ മാത്രമേ, പ്രൊജസ്ട്രോൺ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വന്നാൽ മാത്രമേ മെൻസസ് എന്ന് പറയുന്ന പ്രതിഭാസം നോർമലായിട്ട് നടക്കത്തുള്ളൂ. അതുകൊണ്ട് മെൻസസ് നടന്നില്ലെങ്കിൽ നമ്മൾ പറയും അമിനോറിയാണ്. കൺസീവ് ചെയ്തില്ല പക്ഷെ മെൻസസ് ഇല്ല, മെൻസസ് വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ രീതിയിൽ പഠിക്കണം. ഹുയിസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? അപ്പം ലോസ്. അപ്പോ ഈ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ നടന്ന സമയത്തെല്ലാം, സ്ഥലത്തെല്ലാം, ഓവറിയിലെല്ലാം വാട്ടർ അല്ലെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, എസ്പെഷ്യലി വെൻ ഷീ ഫീൽസ് ഐസൊലേറ്റഡ്. നിങ്ങൾക്കറിയാം, കിഡ്നി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് സിൻഡ്രോം. അത് വരുമ്പോൾ ഡെയർ വിൽ ബി അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ വാക്വം അല്ലെങ്കിൽ എം ടി സ്പേസസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഓവറി സിസ്റ്റ് എന്ന് പറയുന്നത്. ഓവറി സിസ്റ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് എ ലോസ് കോൺഫ്ലിക്റ്റ് എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. എത്ര എണ്ണം ഉണ്ട് അതനുസരിച്ചിട്ടുണ്ടാകും. ഇതാരും പറയത്തില്ല അയ്യോ എനിക്ക് മെൻസസ് വരുന്നില്ല അപ്പോൾ സിസ്റ്റാന്ന് പറഞ്ഞു. പിന്നെ സിസ്റ്റിനുള്ള ചികിത്സയാണ്, ഓവറി ഓപ്പറേഷനാണ്, അതാണ് ഇതാണ് ഇതൊക്കെ പറയുന്നത്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം മനസ്സിലാക്കാതെ ഒരു ഡോക്ടർക്കും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് ഓവറി സിസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം മോസ്റ്റ് ഓഫ് ദി കേസസ് ഈ സിസ്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ഇൻഡ്യൂറേഷൻ നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റിനെ റിപ്പയർ ചെയ്യുന്ന ഹീലിംഗ് ഫേസിലാണ് ഈ സിസ്റ്റ് ഉണ്ടാകുന്നത്, അതിന്റെ ഇൻഡ്യൂറേഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബ്രേക്കപ്പ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ലോസ് ഉണ്ടായി, ഒരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി എന്ന് എനിക്ക് തീരേണ്ടതല്ല ഒരു മനുഷ്യജീവൻ. അപ്പോൾ അവിടെ ഇൻഡ്യൂറേഷൻ ഉണ്ടാകും. ഈ ഇൻഡ്യൂറേഷൻ ഈസ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ ഓഫ് ഈസ്ട്രജൻ, ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദി ലോസ്. നീ വീണ്ടും പുരുഷന്മാരെ ആകർഷിക്കൂ, ഓൾ ദി ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ബി ദർ ഗിവൺ ടു യു, ബിക്കോസ് ഈ ഓവറിയിൽ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും. അപ്പൊ അതിന്റെ പോസിറ്റിവിറ്റി മനസ്സിലാകാതെ അയ്യോ എന്തോ ഒരു മാരകമായ പ്രശ്നമാണെന്നുള്ള രീതിയിൽ പോകരുത്. ഇനി വളരെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു അറിവ് ഡോക്ടർ ഹാമർ തരികയാണ്. എന്താണ് എൻഡോമെട്രിയോസിസ്? ഈ സിസ്റ്റ് റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പെരിട്ടോണിയൽ ഇംപ്ലാന്റേഷനിലേക്കൊക്കെ വേണമെങ്കിൽ സാധ്യതയുണ്ടാവും. അപ്പോൾ ഈ ഹോർമോണൽ എലിവേഷനും എൻഡോമെട്രിയോസിസ് എല്ലാം തമ്മിൽ വിശദമായിട്ട് പഠിക്കണം. അതൊരിക്കലും നമുക്ക് മോശമായിട്ടുള്ളതല്ല. എൻഡോമെട്രിയോസിസ് ഈസ് എ റിപ്പയറിംഗ് മെക്കാനിസം ബൈ ദി നേച്ചർ. അപ്പൊ ആ റപ്ചർ നടന്ന് സിസ്റ്റ് റപ്ചർ ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞ് അവിടെ അത് ബിൽഡപ്പ് ചെയ്യുകയാണ്. അത് വീണ്ടും കൂടുതലായിട്ടുള്ള ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വളരെ വിപ്ലവകരമായ ഒരു അറിവാണ് ഡോക്ടർ ഹാമർ നമുക്ക് GNM-ലൂടെ തരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. അപ്പം കിഡ്നിക്ക് മുകളിലാണ് അതിന്റെ പ്ലേസ്. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ശ്രമിക്കുക, വായിച്ചാലും മനസ്സിലാവും, കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കാരണം അത് മീസോഡേമിന്റെ ഒറിജിനാണ്, ഓറഞ്ച് കളറാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ സെർവിക്സിലേക്ക് പോവുകയാണ്. വെരി ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ്. യൂട്രസിന്റെ ഏകദേശം ലോവർ എൻഡിലുള്ള ഭാഗമാണ്. അത് സ്ക്വാമസ് എപ്പിത്തീലിയം, അതിന്റെ റെഡ് കളർ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഡെവലപ്ഡ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എക്ടോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ ആണ്, കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അവിടെ ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം ഒരു സെർവിക്സിന്റെ പോലും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൺട്രോൾഡ് ബൈ ദി റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സെർവിക്സിന്റെ കോൺഫ്ലിക്റ്റ്? വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും സെർവിക്കൽ ക്യാൻസർ ആയിട്ട് വരും,
സർവിക്കൽ ഡിസ്ചാർജസ് കൊണ്ടുവരും, സർവിക്കൽ സ്ട്രിക്ചർ കൊണ്ടുവരും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമ്മൾ പാപ്പിലോമ വൈറസ് എന്നൊക്കെ പറയുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊക്കെയുള്ള ഒത്തിരി ഒത്തിരി ടെസ്റ്റുകൾ വരും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു ഏരിയയാണ്. എന്താണ് അതിന്റെ കോൺഫ്ലിക്ട്? സെക്ഷുവൽ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ മീറ്റിംഗ് കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സെക്ഷുവൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഒരു മീറ്റ് ഒരു എണ ഇല്ല, അല്ലെങ്കിൽ എണ്ണയെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല ഈ എണ്ണ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെപ്പറേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അപ്പൊ അത് ടെറിട്ടോറിയലാണ്. എന്റെ ഇണയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി, അല്ലെ എന്റെ ഇണയെ എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ഇണയെ എനിക്ക് വേണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കോൺഫ്ലിക്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനി ലേഡി കമ്മിങ് വിത്ത് സെർവിക്കൽ യൂട്രൈൻ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഈ മേറ്റിംഗ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സെക്ഷുവൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തേ മതിയാകും. ഇപ്പൊ സെക്ഷൽ ആയാലും മേറ്റിംഗ് ആയാലും അതിന്റെ കോൺഫ്ലിക്റ്റിന് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് പെടുത്തുകയും ചെയ്യാം. അപ്പൊ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ത് സംഭവിക്കും? ബിക്കോസ് അതിന്റെ റെഡ് കളർ ആണെന്ന് ഞാൻ പറഞ്ഞു, അത് ഫോർത്ത് ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി അൾസറേഷൻ. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിഡെർമൽ സെൻസിറ്റിവിറ്റി പാറ്റേൺ എന്നൊക്കെ പറയുന്ന പോലെ, ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ എന്നൊക്കെ പറയുന്നത് പോലെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഹൈപ്പോ സെൻസിറ്റിവിറ്റിയാണ്. അത് ഈ പേഷ്യന്റ് അല്ലെങ്കിൽ ഈ രോഗി അറിയണമെന്നില്ല. ദർ വിൽ ബി എ നംനെസ്, ദർ വിൽ ബി നോ സെൻസിറ്റിവിറ്റി ഇൻ ദി സെർവിക്കൽ. ബട്ട് ഡ്യൂറിങ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സെൻസിറ്റിവിറ്റി ഇല്ലാതിരിക്കുന്നത്? ബിക്കോസ് ദി ലേഡി ഈസ് ട്രൈങ് ടു, ഓർ നേച്ചർ ഈസ് ട്രൈങ് ടു മേക്ക് ഹെർ ഫീൽ മോർ എലോങ്ങേറ്റഡ് എന്നോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മോർ വൈഡൻഡ് സർവീസ് in order to receive the sex or the mating of an partner. ഇതിനു വേണ്ടിയിട്ടാണ് അത് വൈഡൻ ചെയ്യുന്നത്. അപ്പൊ ഹീലിംഗ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹീലിംഗ് നടക്കുമ്പോൾ ഈ വൈഡൻ ആയിട്ടുള്ള ടിഷ്യൂ, സെല്ലുലാർ നിക്രോസിസ് നടന്നിടത്തെല്ലാം സെല്ലുലാർ പ്രോളിഫറേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ അവിടെ സ്വെല്ലിങ് നടക്കും, അവിടെ ബ്ലീഡിങ് ഉണ്ടായേക്കാം. അപ്പം ഇതിൽ എപ്പിക്രൈസിസ് അല്ലെങ്കിൽ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ക്രാമ്പി ഫീലിംഗ്. പലരും പറയും ലോവർ യൂട്രസിൽ എന്തോ ഒരു ക്രാമ്പി ഫീലിംഗ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദർ ഇസ് സംതിങ് റിലേറ്റഡ് ടു സെക്ഷൽ കോൺഫ്ലിക്റ്റ് ഓർ മേറ്റിംഗ് കോൺഫ്ലിക്റ്റ് എന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് അടുത്ത പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം. നിങ്ങൾക്ക് ടെമ്പറൽ ലോബ്സിന്റെ പിക്ചറാണ് അത്. അത്ര എളുപ്പമായിട്ട് മനസ്സിലാക്കിയ കാര്യമല്ല, എനിക്ക് തന്നെ ഒത്തിരി സമയം എടുത്തിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങൾ ഒരേ സ്പോട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് സർക്കിളിൽ നിങ്ങൾ കൊറോണറി വെയിൻസും കാണും, സെർവിക്സ് യൂട്രയും കാണും. എന്ന് പറഞ്ഞാൽ ഒരേ സെന്റർ തന്നെ കോൺഫ്ലിക്റ്റ് അല്ല, ഹോർമോണൽ ആക്റ്റീവ് ആകുന്ന സമയത്ത് ആ ലേഡിയെ സംബന്ധിച്ചിടത്തോളം സെർവിക്സ് യൂട്രി എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയയാണ്. പക്ഷേ ഈ ഹോർമോൺ ഡൗൺ ആകുമ്പോഴത്തേക്കും അവിടെ കൊറോണറി വെയിൻസ്, നമ്മൾ ഹാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം, കൊറോണറി വെയിൻസിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമായിട്ടും അത് മാറും. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ഹീലിംഗ് ഫേസിൽ അവിടെ ടാക്കി കാർഡിയ സംഭവിക്കാം. ടാക്കിക്കാർഡിയ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. പിന്നെ ഈ ഏരിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു മാർക്കർ, ക്യാൻസർ മാർക്കർ ആയിട്ടൊക്കെയാണ് പാപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ക്യാൻസർ സെൽസ്, അങ്ങനെ ഒരു സെല്ലൊന്നുമില്ല. അവിടുന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഇളകി വന്നിട്ട് ഇത് പുറമേ വന്നിട്ട് ഈ പാപ്പ് ടെസ്റ്റിലൊരു സ്മിയർ എടുത്തപ്പോൾ അവിടെ ഒരു സെല്ലിലാ കണ്ടത് ക്യാൻസർ ആണ്, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാം ബിസിനസ്സാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ പറയാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പൊ പാപ്പ് ടെസ്റ്റ് പലപ്പോഴും കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ സംഭവിക്കാറുണ്ട്, കോൺഫ്ലിക്റ്റ് ഹീലിംഗിൽ സംഭവിക്കാറുണ്ട്. കാരണം ഈ രണ്ട് സ്റ്റേജിലും എക്സ്ഫോളിയേഷൻ എന്ന് അവർ പറയുന്ന സെല്ലുലാർ കാണിക്കും. ഇത് ഒരു ഡിസീസിന്റെ സ്പെസിഫിക് അല്ല, അല്ലെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സെർവിക്കലായിട്ടുള്ള എന്തെങ്കിലും ഉള്ളതിന്റെയോ ഇതല്ല. മെൻസ്ട്രുവൽ സൈക്കിൾ GNM ഫ്രെയിംവർക്കിൽ ഒന്നുകൂടെ പഠിക്കുവാണെങ്കിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഈ ലോങ് ചാപ്റ്ററിന്റെ അകത്ത് വളരെ ചെറിയൊരു സമയം പറയുവാണ്. അപ്പോൾ ഫോളിക്കുലർ ഫേസ് ആണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ആദ്യത്തെ 14 ദിവസം. ഓവുലേഷൻ നടക്കുന്ന 14ാമത്തെ ദിവസമാണ്. DHS എന്ന് പറയുന്നിടത്ത് നിന്ന് 1ാമത്തെ ദിവസം മുതൽ തുടങ്ങി 14ാമത്തെ ദിവസം അവസാനിക്കുന്ന അതിനെയാണ് ഈസ്ട്രോജൻ റൈസ് ചെയ്യുന്നു, ഇന്നർ യൂട്രൈൻ ലൈനിങ് തിക്കൻ ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എ ലേഡി ഈസ് ഇൻ എ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ഡ്യൂറിങ് ദി ഫസ്റ്റ് 13. ഇനി ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കൺസീവ് ചെയ്താൽ അത് ഹീലിംഗിലേക്ക് വരുന്നു. അപ്പം കൺസീവ് ചെയ്തില്ലെങ്കിൽ അതിനെ നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും ഈസ്ട്രോജൻ അവിടെ ഡ്രോപ്പ് ചെയ്തു, പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഡിക്രീസ് ചെയ്യുന്നത്, അതിന് 2 ഫേസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രീ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്,
എന്ന് പറയുന്ന ഫേസിന്റെ അകത്ത് പ്രീ മെൻസ്ട്രുവൽ ഫേസ് പ്രൊജസ്ട്രോൺ ഡിക്രീസ് ചെയ്യുന്നു. ലൂട്ടിയൽ ഫേസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ PCL ഫേസ് ആണ് ആ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. GNM-ന്റെ ഫ്രെയിംവർക്കിലാണ് നമ്മൾ അതിനെ PCL പോസ്റ്റ് കോൺഫ്ലിക്റ്റീവ് ലൈസിസ് ഫേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഈ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരിക്കലും ഒരു ഒരു സിംഗിൾ സ്പേർട്ട് ബ്ലഡ്, ഒരു 4 ദിവസം കൊണ്ട് മെൻസ്ട്രുവേഷനിൽ നടക്കുന്ന ബ്ലഡ് ബ്ലീഡിങ് ഒരൊറ്റ സ്പേർട്ടിൽ പുറത്തേക്ക് വരികയല്ല ചെയ്യുന്നത്. അത് പല ദിവസങ്ങളായിട്ട് പല വേവ്സിലേക്ക് ഫോമിലാണ് ബ്ലഡ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഒരു ഇറഗുലാരിറ്റി ഉണ്ട്, സൈക്ലിക്കൽ ആയിട്ടുള്ള ഇതുണ്ട്, അവരുടെ ഒരു ഓവേറിയൻ കോൺഫ്ലിക്റ്റും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇവിടെയും സെർവിക്കൽ മസിൽസ് ആൻഡ് സ്ഫിങ്ക്റ്റർ, ഇതാണ് സെർവിക്കൽ മസിൽസിനെ കുറിച്ചുള്ള പടം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും സെർവിക്കൽ മസിൽസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രയേറ്റഡ് പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അല്ലെ ഏത് ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് സ്ട്രേറ്റഡ് മസിൽ ആയതുകൊണ്ട് അതിനെ ന്യൂ മീസോഡേമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് സ്ട്രേറ്റഡ് ആണെങ്കിൽ അത് മിഡ് ബ്രെയിൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇതല്ല, നിങ്ങൾ ബ്രെയിനിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രേറ്റഡ് മസിലിന്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ സെറിബ്രൽ മെഡുലയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തുള്ള ന്യൂ മീസോഡൽ എന്ന് പറയുന്ന ഓറഞ്ച് കളറിലുള്ള കുട്ടിയെ ബാധിക്കുന്ന എല്ലാം, ആ ഓറഞ്ച് കളർ റെപ്രസെന്റ്സ് സെറിബ്രൽ മെഡിലയാണ്. അത് തന്നെ ന്യൂ മീസോഡേമിലാണ് നമ്മൾ ഇത് വരുന്നത്. മെഡുല ആൻഡ് മോട്ടോർ കോർട്ടെക്സിലാണ് അത് വരുന്നത്. ഈ കോൺഫ്ലിക്റ്റ് ഹീലിംഗിൽ, കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽസ് ആണ്. സെർവിക്സിനും അതിൻ്റെതായ മസ്കുലർ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് കനോട്ട് ഹോൾഡ് ദി ഫീറ്റസ്, അല്ലെങ്കിൽ അവിടെ ലാക്സ് ആണ്. അറ്റ് ദി സെയിം ടൈം കനോട്ട് ഹോൾഡ് ദി പെനീസ്, അതും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഐ ആം നോട്ട് ഏബിൾ ടു ഹോൾഡ് ദി പെനീസ് ഇൻ സഫീഷ്യൻറ്റ് ടൈം, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഗെറ്റിംഗ് ദി പെനീസ്. ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു കനോട്ട് ഹോൾഡ് ദി പെനീസ് എന്നോ കനോട്ട് ഹോൾഡ് ദി ഫീറ്റസ് എന്നോ വന്നു കഴിഞ്ഞാൽ സർവീസിൽ സോക്കോൾഡ് പത്തോളജി, സോക്കോൾഡ് ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ അവിടെ വീക്ക്നെസ് ആണ്. അതേസമയം ഹീലിംഗിൽ ഈ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് അവിടെ സ്പാസമായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഇതേ GNM-ന്റെ അല്ലെങ്കിൽ ഈ 5 ബയോളജിക്കൽ ലോസിന്റെ തന്നെ ഫ്രെയിംവർക്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് പഠിക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഫീമെയിൽ ഓർഗാസത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുവാണ്. നമ്മൾ മെയിൽ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞോ എന്ന് ഓർക്കണില്ല. എന്തായാലും ഇവിടെ ഓർഗാസം, സെർവിക്കൽ ഓർഗാസം ആൻഡ് ക്ലൈറ്റോറൽ അല്ലെ പിനൈൽ ഓർഗാസം എന്ന് പറയുന്ന 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 2 സെന്റർ 2 ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് എല്ലാം ഒരു കോർഡിനേറ്റഡ്, വെദർ ഇറ്റ് ഈസ് പിനൈൽ, വെദർ ഇറ്റ് ഈസ് ക്ലൈറ്റോറൽ, വെദർ ഇറ്റ് ഈസ് സെർവിക്കൽ, എല്ലാം കോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, അല്ലെ കോർഡിനേറ്റഡ് കൺട്രോൾ ആണ് ചെയ്യുന്നത്. എല്ലാം ന്യൂറോളജിക്കലി കോർഡിനേറ്റഡ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾക്ക് സെർവിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാസത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനെ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് കോർട്ടെക്സ് ആണ്. ക്ലൈറ്റോറൽ ആയിട്ടുള്ള ഓർഗാസത്തെ കുറിച്ച് പറയുമ്പോൾ അത് കൺട്രോൾ ബൈ ദ റൈറ്റ് കോർട്ടെക്സ് ആണ്. ഇവിടെ എല്ലാം ഈ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഒരു നല്ല ഒരു ഓർഗാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാസം വിത്ത് എ ബയോളജിക്കൽ പർപ്പസ് ഉണ്ട്. ഇൻ ഓർഡർ ടു സക്ക് the ejaculated sperm inside in order to procreate. അപ്പൊ അങ്ങനെ വളരെയധികം ഫങ്ഷൻസ് ഉള്ള, പർപ്പസ് ഉള്ള ഒരു പ്രക്രിയയാണ് ഓർഗാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ലാരിഞ്ചിയൽ മസിൽസ് ഉണ്ട്, ലാരിഞ്ചിയൽ മ്യൂക്കോസ ഉണ്ട്, ഹാർട്ട് അതിന്റെ കൊറോണറി വെസൽസ് ഉണ്ട്. ഇവിടെ എല്ലാം ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഇതെല്ലാം, റെക്ടം ഓൾസോ ഇൻവോൾവ്, ബ്ലാഡർ ഓൾസോ ഇൻവോൾവ്. അതുകൊണ്ട് എന്താണ്, ഒരു റിയൽ ആയിട്ടുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു നല്ല ഒരു ഓർഗാസം വന്നു കഴിയുമ്പോഴത്തേക്കും യു വിൽ ഹാവ് റെസ്പിറേറ്ററി അല്ലെങ്കിൽ ലാരിഞ്ചിയൽ വോക്കൽ ശബ്ദം വേരിയേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹാർട്ടിലെ ബീറ്റിങ്ങിലുള്ള വേരിയേഷൻസ് ഉണ്ടാകാം, ഈവൽ റെക്ടൽ ചേഞ്ചസ് ഉണ്ടാവാം, ബ്ലാഡർ ചേഞ്ചസ് ഉണ്ടാവാം. ഇതെല്ലാം കൂടെ കൂടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിയോളജിക്കൽ അല്ലെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഓർഗാസം എന്ന് പറയുന്നതിലൂടെ. ഫെമിനിൻ സൈഡാണ് നമ്മളിപ്പോൾ പറയുന്നതെങ്കിലും അതിലൂടെ നടക്കുന്നത്. കാരണം ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻ ഡിസൈൻഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഇനി ബർട്ടലിൻ ഗ്ലാൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഹ്യൂമൻ സ്മെഗ്മ പ്രൊഡ്യൂസിങ് ഗ്ലാൻസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെ യെല്ലോ കളറിലാണ് ഈ ഗ്ലാൻസിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ബാർട്ടലിൻ ഗ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. യെല്ലോ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒറിജിൻ എൻഡോഡേമാണ്, ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഫ്ലിക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്.
എന്താണ് കോൺഫ്ലിക്റ്റ്? ആസ് മെനി ഓഫ് ദി ലേഡീസ് ആൻഡ് ജെൻസ് ഓൾസോ നോ, ഇഫ് ദർ ഇസ് എ ഡ്രൈനസ്, എന്താണ് അർത്ഥം? അത് നമ്മൾ ബാർത്തലിൻ സെക്രീഷന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ എന്താണ് കോൺഫ്ലിക്റ്റ്? ദി മെയിൽ ഈസ് നോട്ട് or the part is not sufficiently wet, moist, so that it can receive the penis. അപ്പൊ പെനീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമുള്ള ഡ്രൈ അല്ല മോയ്സ്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ് കോൺഫ്ലിക്റ്റ്. അതിനു വേണ്ടിയിട്ടാണ് ബാർത്തലിൻ ഗ്ലാൻസ് അവിടെ കൂടുതലായിട്ട് പ്രൊക്യൂർ ചെയ്യുക. അപ്പം ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അവിടെ കൂടുതലായിട്ടുള്ള സെക്രീഷൻസ് വരും എന്നൊക്കെ നമ്മൾ. അപ്പൊ അതിന്റെ കോൺഫ്ലിക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഫീഷ്യന്റ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ, വെറ്റ് ഫീലിംഗ് ഇല്ല എന്നുള്ളതാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിന് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആകും. അപ്പൊ അത് ഹീലിംഗ് സ്റ്റേജിൽ പലപ്പോഴും ബാർത്തലിൻ സിസ്റ്റ്, ബാർത്തലിൻ ആബ്സസ്, ബാർത്തലിൻ ഇൻഫ്ലമേഷൻ, ബാർത്തലിനൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ചേഞ്ചസ് അവിടെ നടക്കും. ദേ ആർ ഓൾ ഹീലിംഗ് സ്റ്റേജസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഏറ്റവും പെരിഫറിയിലായിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കാണാം, ആ ഒരു കോൺസെൻട്രേറ്റ് സർക്കിൾ അവിടെയാണ്. അപ്പൊ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണുള്ളതെന്ന് മനസ്സിലാക്കുക. കാരണം ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആണ്. ബ്രെയിൻ സ്റ്റെമ്മിലാണ് അതിന്റെ കേന്ദ്രം ഇരിക്കുന്നത്. അല്ല, ഇത് ബ്രെയിൻ സ്റ്റെമ്മിലാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ബാർത്തലിൻ ഗ്ലാൻസിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. Now we are going to the vaginal mucosa. അവിടെ നിങ്ങൾക്ക് കളർ ശ്രദ്ധിക്കാം. വജൈനൽ മ്യൂക്കോസയുടെ ലോവർ എൻഡിൽ 2 സ്പോട്ട് കാണിക്കുന്നത് ബാർത്തലിൻ ഗ്ലാൻസ്. കാരണം വജൈനയിലേക്ക് പെനിസിന്റെ ഇൻട്രൊഡക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാർത്തലിൻ ഗ്ലാൻസിന്റെ സെക്രീഷൻ വെച്ചിരിക്കുന്നത്. in order to make it wet, sufficiently moist ആകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വജൈനൽ മ്യൂക്കോസയുടെ റെഡ് കളർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് ഒറിജിൻ ഈസ് എക്ടോഡേം ഡിറൈവ്ഡ് ആണ്. ഇവിടെ അതുകൊണ്ട് തന്നെ സെൻസറി കോർട്ടെക്സ്, സെറിബ്രൽ കോർട്ടെക്സ് ആണ് അതിന്റെ ബ്രെയിൻ കൺട്രോളിംഗ് സെന്റർ. ഇനി ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് ആണ് സെക്ഷുവൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. കാരണം എല്ലാ റെഡ് കളറിലും അവിടെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ്, സെക്ഷുവൽ കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ റിയൽ ആയിട്ടുള്ള ഫിസിക്കൽ കോൺടാക്ട് തന്നെയാണ് ഇവിടുത്തെ കോൺഫ്ലിക്റ്റ്. എന്താണ്? സെക്ഷുവലി ഐ ആം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് കോൺടാക്ട് or getting that touch, getting that penis എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഹീലിംഗിൽ വരുമ്പോൾ യെസ് ഐ ഗോട്ട് ഇറ്റ് ആൻഡ് ഐ ആം ഹാപ്പി എന്നല്ല, അതിനേക്കാളും ഹാപ്പി, അങ്ങനെയാകുമ്പോൾ അവിടെ സോ മെനി ഡിസ്ചാർജസ് ഉണ്ടായേക്കാം, അതിൻ്റെ അകത്ത് ഇച്ചിങ് ഉണ്ടായേക്കാം, ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, ഇറിറ്റേഷൻ ഉണ്ടാകാം, ഇതെല്ലാം അവിടെ വരും. So vagina is not simply a tube only, it also has got mucosa. അതാണ് റെഡ് കളറിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷെ ഇൻ അഡീഷൻ ടു ദി മ്യൂക്കസ് മെംബ്രെയിൻ റെഡ് ആണ്, അതിന്റെ പുറത്ത് ഓറഞ്ച് കളറിൽ മസിൽസും ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ വജൈനൽ മസിൽസ് എന്ന് പറയും. അപ്പൊ ബിക്കോസ് ദേ ആർ മസിൽസ്, അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതിനെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ദേ ആർ സ്ട്രയേറ്റഡ് മസിൽസ്. സ്ട്രയേറ്റഡ് മസിൽസ് അറിയാമല്ലോ, അതിന് ഒരു മസ്കുലാർ ആണ്, കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്, വോളണ്ടറി ആണ്, അങ്ങനെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതിന്. അപ്പൊ അത് മീസോഡേമിൽ നിന്നാണ്, ന്യൂ മീസോഡേമിൽ നിന്നാണ്. അപ്പൊ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി നെക്രോസിസ് ആൻഡ് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് ദർ വിൽ ബി മസിൽ ആയതുകൊണ്ട് അവിടെ സംഭവിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി എ സ്പാസം ലെഗ്. അതാണ് വജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിന്റെ കാരണം. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക്, വജൈനസ് മസിൽസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. വജൈനൽ മസിൽസിന്റെ ജോലി അതിനെ ഹോൾഡ് ചെയ്യുക തന്നെയാണ്. പക്ഷെ മോർ ദാൻ ദാറ്റ് അത് സെർവിക്സിനാണ് ഹോൾഡ് ചെയ്യുക, സഫീഷ്യന്റ് ടൈം, സഫീഷ്യന്റ് പർപ്പസ് സെർവ് ചെയ്യാൻ. പക്ഷെ വജൈനയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ ആ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ്, അല്ലെ ടച്ച്, എൻജോയ്മെന്റ്, പ്ലഷർ, ഇതെല്ലാം അതിൻ്റെ അകത്താണുള്ളത്. നമ്മൾ വജൈനൽ മസിൽസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഹോൾഡിങ് ഓഫ് ദി പെനീസ് ആണ് ഇമ്പോർട്ടന്റ് ആകുന്നത്. അവിടെ സ്പാസം ഉണ്ടാവും, അതാണ് വജൈനസ്മസ് എന്ന് പറയുന്ന ആ മസിൽ ഫംഗ്ഷനിലേക്ക് പോകുന്നത്. അപ്പോ ഗ്ലാൻസ് പെനീസും കൂടെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്ലാൻസ് ക്ലിറ്റോറിസ്, പെനീസ് അല്ല, സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. ഗ്ലാൻസ് ക്ലിറ്റോറിസ്, ഇറ്റ് ഹാസ് ഗോട്ട് ഓൾമോസ്റ്റ് എ റൂഡിമെന്ററി ഷേപ്പ് ഓഫ് എ ഗ്ലാൻസ് പെനീസ് തന്നെ. അതുകൊണ്ട് തന്നെ അതിന്റെ ഷേപ്പ് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പടമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതിന്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്, കാരണം ഇറ്റ് ഗോസ് ത്രൂ ദി ഹോൾ പെനീസിന്റെ മുഴുവനും അതിന്റെ സ്റ്റെമ്മിൽ ഉള്ള ഇതാണ് അതിന്റെ ടിപ്പിൽ വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലാർജർ ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് മോർ ഇമ്പോർട്ടൻസ് ഇൻ ദി കേസ് ഓഫ് മെയിൽ. അതുകൊണ്ടാണ് ഗ്ലാൻസ് പെനീസ് വലുതും ഗ്ലാൻസ് ക്ലൈറ്റോറിസ് ചെറുതുമായിരിക്കുന്നത്. ഈ രണ്ടിനും ഈ പറയുന്ന മസ്കുലർ പാർട്സ് ഉണ്ട്. കോർപ്പറ കാവർണോസ ഉണ്ട്, കോർപ്പറ സ്പോഞ്ചിയോസവും ഉണ്ട്.
അത് സ്പോഞ്ചിയോസം പെനീസിലാണ്. അതിന് ഫീമെയിൽ സൈഡിലേക്ക് വരുമ്പോൾ അതിനെ വെസ്റ്റിബുലർ ബൾബ്സ് എന്നാണ് പറയുന്നത്, ക്ലൈറ്റോറിസിൻ്റെ. അപ്പൊ അതിനൊരു ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ലെഗ്സ് അല്ലെ ക്രൂറ എന്ന് പറയുന്ന ഭാഗങ്ങളും ഉണ്ട്. അപ്പം ഇത് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞ് തീർത്തു. അപ്പോൾ മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ഫീമെയിൽ ഓർഗൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. സമയം കുറച്ച് കൂടുതൽ നീണ്ടുപോയി. അപ്പൊ ഇതിൽ ഓർക്കേണ്ട കാര്യം, മൂന്ന് ഒറിജിനൽ ആയിട്ടുള്ള ടിഷ്യൂവിൽ നിന്നും ആണ്, ജർമിനൽ ലെയറിൽ നിന്നാണ് ടിഷ്യൂസ് എല്ലാം ഡിഫറെന്റ് ലെയർ. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള ഓർഗൻസിനെ കുറിച്ചുള്ള പഠനത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. കളർ കാണുമ്പോൾ തന്നെ പറയാം, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, ഡ്യൂറിങ് ഹീലിംഗ് ദർ വിൽ ബി അക്യുമുലേഷൻ ഓഫ് ദി ടിഷ്യൂ. യെല്ലോ കളർ കാണുമ്പോഴേ നിങ്ങൾക്ക് പറയാൻ പറ്റും ഡ്യൂറിങ് ദി ഹീലിംഗ് അല്ല ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, ഡ്യൂറിങ് ദി ഹീലിംഗ് ദർ സെല്ലുലാർ ഡിസ്ട്രക്ഷൻ. ഇത്രയും ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് നമ്മളുടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒരു രോഗം എന്ന് പറയുന്നതിന് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാവരുടെയും പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ഇതെന്നും അവതരിപ്പിക്കുന്നത്. നിങ്ങൾ പഠിക്കണം പഠിക്കണം പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ഒരിക്കലും പൂർണ്ണമല്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. കാരണം ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒരൊറ്റ മണിക്കൂറിൽ തീർക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഞാൻ എൻ്റെതായിട്ടുള്ള കഴിവിൽ ഞാൻ ശ്രമിച്ചു നിങ്ങളെ ഇതിലേക്ക് ഉണ്ടാണ്ട്. ഞാനൊരു പുതിയ ലാപ്ടോപ്പ് മേടിച്ചതാണ്, എനിക്ക് ടെക്നിക്കലായിട്ടുള്ള ഫെയിലിയർ വന്ന് എന്നെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് എനിക്ക് സങ്കടത്തോടു കൂടി ഓർക്കുകയാണ്. എന്നാലും നിങ്ങളെയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ഷെയർ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് നിങ്ങളെ കുറച്ചുപേരെങ്കിലും മുഖത്തോട് മുഖം കാണാൻ പറ്റും. ആരും ഭാഗ്യം കൊണ്ട് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിജയ്ക്കും നിർമ്മലയ്ക്കും പ്രകാശിനും നഗീനിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയുള്ള സമയം ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഡോക്ടർ ദ്രൗപതി, ഡോക്ടർ പ്രകാശ് മാത്യു, ലതാമോഹൻ, ശശിധരന്റെ ക്ലാസ് വെള്ളിയാഴ്ച തുടങ്ങുന്നുണ്ടോ ഡോക്ടറെ? അവർക്കൊരു ഇനീഷ്യൽ ഇൻഫർമേഷൻ. ഡോക്ടർ ഫ്രീ ആയോ ഡോക്ടറുടെ പേഴ്സണൽ സിറ്റുവേഷനിൽ നിന്ന്? ഡോക്ടർ ശശി എന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇല്ലേ അവിടെ? ഓക്കെ ഉണ്ട് 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 ഉണ്ട്. ഞാൻ തുടങ്ങാവുന്നോർത്താണ് ഇരിക്കുന്നത്. ഇനി ഒരു സബ്ജക്ട് കണ്ടുപിടിച്ച് തുടങ്ങാം. ഓക്കെ ഓക്കെ. അപ്പൊ ഡോക്ടർ ശശിധരന്റെ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് 5 ബയോളജിക്കൽ ലോസ് എന്ന് പറയുന്നതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും മിസ് ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യദോഷം കൊണ്ട് പലരും പല കണ്ണുകളിലൂടെയാണ് ഈ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഈ വിഷയത്തെ കാണുന്നത്. എന്നെങ്കിലും അവരൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വരുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് എന്നും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളെ എനിക്ക് കേൾക്കാൻ പറ്റും. കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. ചോദിച്ചോളൂ, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ. കുറച്ച് സമയം നീണ്ടുപോയി ഡോക്ടറെ. അതുകൊണ്ട് നീണ്ടുപോയി. അത് അത്രയും വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ്. നമുക്ക് ഇനി അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാം. കാരണം ഇതൊന്നും വിശദീകരണം ഇല്ലാതെ നമുക്ക് പറഞ്ഞു പോയാലും നമുക്ക് ഹെഡിങ് മാത്രം പറയേണ്ടതായിട്ട് വരും. അറ്റ്ലീസ്റ്റ് നമ്മൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി പറയണം, ടിഷ്യൂ ഒറിജിൻ പറയണം, ഹീലിംഗ് സ്റ്റേജ് പറയണം, അതിന്റെ ഫങ്ഷൻ പറയണം, ബയോളജിക്കൽ പ്രോഗ്രാം പറയണം. അപ്പൊ നമുക്ക് നിർത്തിയേക്കാം. ഡോക്ടർ അനിത, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറയൂ. നിർത്താം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കും വേറെ ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ. പുതിയതായിട്ട് വന്നവരുണ്ട്, മിക്കവരും ഡോക്ടർമാർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും. യെസ് വിജയ, ഡോക്ടർ പറയൂ. ചോദിക്കാനില്ലാത്തോണ്ടല്ല, പഠിക്കണം. പഠിച്ചിട്ട് പഠിക്കണം ഡോക്ടറെ. നമ്മളൊരു പുതിയ യൂണിവേഴ്സിറ്റി ചേരുന്ന പോലെയാ, പുതിയ മെഡിക്കൽ കോളേജ് ചേരുന്ന പോലെ തന്നെയാണ്. നമ്മൾ പഠിച്ചതെല്ലാം അൺലേൺ ചെയ്യണം. പഠിച്ചതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. എന്നിട്ട് വളരെ കുറച്ച് കാര്യമേ കീപ്പ് ചെയ്യാവുള്ളൂ. അത് 20% നമ്മുടെ പ്രിയപ്പെട്ട ഹോമിയോപ്പതിയാണ്. ഡോക്ടർ ഹോമിയോ ഡോക്ടറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ ഫിലോസഫിയും റെപ്പർട്ടറൈസേഷനും മെട്രിയോമെഡിക്കയും എല്ലാം ഉണ്ടായിരിക്കണം. പക്ഷെ ബാക്കി പഠിച്ചതെല്ലാം നമ്മൾ അൺലേൺ ചെയ്യണം. പക്ഷെ ഇന്ന് CME, കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും നടക്കുന്നതെല്ലാം നമ്മൾ പണ്ട് പഠിച്ചതെല്ലാം വീണ്ടും വീണ്ടും ശക്തമായിട്ട് അലോപ്പതിക്കാർ എന്തൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ചോ അതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. എന്തിനു വേണ്ടി? പാവപ്പെട്ട ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി. അതാണ് എനിക്ക് സങ്കടം. കാരണം എന്നെ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ വളരെ കീ പേഴ്സൺസ് ആണ്, വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് നിങ്ങളുടേതായ മേഖലകളിൽ.
അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. ഇത് കേട്ടുപോകരുത്. ഇത് നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്റ്റിമുലേഷൻ ആണ് എന്റെ ക്ലാസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം വിശദീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം അത്രയും ടോപ്പിക്സ് ഇനി കവർ ചെയ്യാനുണ്ട്. ഇത് കവർ ചെയ്തതിനു ശേഷം നമുക്ക് സൈക്കോളജിക്കൽ റീസൺസ്. യെസ്, ഡോക്ടർ സലീം. ഇല്ല, ഓക്കെ. ഡോക്ടർ അനിത, നമുക്ക് നിർത്താം. ശരി സാറേ. സാർ, താങ്ക് യു സാർ. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.